ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു. വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ എന്റെ ഗസ്റ്റ് ബീഹാറിൽ ഇദ്ദേഹം വളരെ പ്രശസ്തനാണ്. വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ പോലും ദൂരദേശങ്ങളിൽ നിന്ന് വരാറുണ്ട്. ഇദ്ദേഹത്തിന്റെ പാർട്ടി 5 സീറ്റിൽ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഇമ്പാക്ട് ബീഹാറിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പൂർണ്ണമായും 40 സീറ്റുകളിലും ഉണ്ട്. പ്ലീസ് വെൽക്കം നമ്മുടെ ഇന്നത്തെ അതിഥിയും ചെറുപ്പക്കാരനുമായ ചിരാഗ് പാസ്വാൻ. ഇന്നത്തെ നമ്മുടെ ജഡ്ജിയെ ഞാൻ ക്ഷണിക്കാൻ പോവുകയാണ്. ദൈനിക് ജാഗറിന്റെ അസോസിയേറ്റ് എഡിറ്റർ. ഇദ്ദേഹം ഒരു സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്. ആനന്ദ് വിജയ്. വിചാരണ നടപടികൾ ആരംഭിക്കാവുന്നതാണ്. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം മോദിജിയുടെ ഹനുമാനായ ചിരാഗ് പാസ്വാന്റെ മേലുള്ള. ആപ്കി അദാലത്തിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ചിരാഗ് പാസ്വാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ഒരു ആക്സിഡന്റൽ പൊളിറ്റീഷ്യൻ ആണ് എന്നുള്ളതാണ്. ചിരാഗ്, താങ്കളുടെ അച്ഛൻ രാംവിലാസ് പാസ്വാൻ ഒരു വലിയ പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, ഇലക്ഷനിൽ കൂടുതൽ വോട്ട് നേടി ജയിച്ച ആളെന്നുള്ള ഗിന്നസ് റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ്. നിങ്ങളുടെ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും താങ്കൾ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നും തുടക്കത്തിൽ കാണിച്ചിരുന്നില്ല. സർ, ഐ ഡോണ്ട് നോ. അതായത് ഞാൻ എങ്ങനെ ഇത് പറയേണ്ടതെന്നറിയില്ല. പക്ഷെ അത് വെറും തുടക്കം മാത്രമാണ് ചിരാഗ്. ഞങ്ങളെപ്പോലത്തെ നെപ്പോ കിഡ്സ് ഒക്കെ 2 സൈഡിൽ ഷാർപ്പായിട്ടിരിക്കുന്ന കത്തിയുടെ മേത്ത് നടക്കുന്ന പോലെയാ. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ വഴിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ അച്ഛൻ്റെ വഴിക്ക് നടക്കുവാണെങ്കിൽ അതിനേക്കാൾ വലിയ പാപമൊന്നും ഇല്ലല്ലോ. ആക്ച്വലി ആ സമയം ഞാൻ വേറെ ഒരെണ്ണമായിരുന്നു തീരുമാനിച്ചത്. ആൾട്ടർനേറ്റ് കരിയർ ഞാൻ ആദ്യം ട്രൈ ചെയ്തു. ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ഒന്നും ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നി വന്നത്. എന്തുകൊണ്ടാണ് കങ്കണ റണാവത്തിനെ ഇഷ്ടപ്പെട്ടില്ല? അത് ഫിലിം ഇൻഡസ്ട്രി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നത് അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് പാർലമെന്റിലോട്ട് വരുന്നത്. താങ്കൾ കുറച്ചുനാൾ ഫാഷൻ ഡിസൈനർ കരിയർ ചെയ്യാനും നോക്കിയല്ലേ? അതെ, പക്ഷേ ദാറ്റ് വാസ് ഫോർ എ വെരി ഷോർട്ട് ടൈം. നിങ്ങൾക്കല്ലാണ്ട് അത് ആർക്ക് നന്നായിട്ടറിയാം. ദാറ്റ് വാസ് ലൈക്ക് സമ്മർ വെക്കേഷനിൽ എനിക്കൊരു ഷോർട്ട് പീരീഡ് ആയിട്ട് ഉപയോഗപ്പെട്ടിരുന്നു. ഇതൊക്കെ സ്കൂൾ സമയത്ത് നടന്ന കാര്യമായിരുന്നു. ആ കാലത്ത് നടന്ന ഒരു ചെറിയ വിഷയമല്ലേ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ചെറിയ എക്സ്പെരിമെന്റ്, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ അതങ്ങോട്ട് അത്ര ശരിയായില്ല. പിന്നെ ലാസ്റ്റ് രാഷ്ട്രീയക്കാരൻ്റെ മോൻ രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ ആവണം, അത്ര തന്നെ. നോ ഡൗട്ട് ഓൺ ദാറ്റ്. അതായത് മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് ലാലു യാദവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളുടെ അച്ഛൻ രാംവിലാസ് പാസ്വാൻ ഒരു ഫോർകാസ്റ്റർ ആണെന്ന്. ഏത് പാർട്ടി ജയിക്കാൻ പോകുന്നു, ഏത് പാർട്ടി തോൽക്കാൻ പോകുന്നെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാമെന്ന്. ഇപ്പോൾ 2014 താങ്കൾ വെതർ ഫോർകാസ്റ്ററായി മോദിയുടെ സൈഡിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മോനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അതേ ഗുണമല്ലേ എനിക്കും കാണത്തുള്ളൂ. എല്ലാ കാര്യവും അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് കിട്ടിയത്. അത് മാത്രമല്ലാണ്ട് എല്ലാ കാര്യവും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് എന്റെ അച്ഛൻ മാത്രമായിരിക്കും കാരണം. രാഷ്ട്രീയത്തിൽ ആരാ ജയിക്കുന്നതെന്നുള്ളതൊന്നും വലിയ കാര്യമല്ല. ജനങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, ആരുടെ ഒപ്പമാണ് പോകുന്നതെന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. ഞങ്ങൾ ഇതുവരെ പോസ്റ്റ് പോൾ അലയൻസസ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. കാരണം ഞങ്ങളുടെ പാർട്ടി അച്ഛൻ ആരൊക്കെ സപ്പോർട്ട് ചെയ്തോ അവരൊക്കെ ജയിച്ചിരിക്കുവാണ്. അതാണ് സത്യവും. ഇപ്പോൾ 2014 ആ സമയത്ത് താങ്കൾ UP-ൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അലയൻസ് ആയിരുന്നു. സോണിയാഗാന്ധി താങ്കളുടെ നെയ്ബറായിരുന്നു. തൊട്ടടുത്ത് തന്നെ വീട്. ചില സമയങ്ങളിൽ നടന്നു തന്നെ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അതെ. പക്ഷെ ചിരാഗ് പാസ്വാൻ അവരെ പറ്റിച്ചു കളഞ്ഞല്ലോ. ആരെയും പറ്റിച്ചൊന്നുമില്ല സർ. ഐ തിങ്ക് അത് നീഡ് ഓഫ് ദി ഹോർ ആയിരുന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ ഇമ്പാക്ട് ഒരുപാട് എൻ്റെ പക്കലുണ്ട്. അദ്ദേഹത്തെ ഞാൻ മുഴുവൻ മനസ്സോടെ അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ലാണ്ട് ആ സമയം വന്ന് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ, ഞാനൊരു പഠിച്ച യങ്സ്റ്ററാണ്, അതുകൊണ്ട് ഞാൻ ആ ജാതി മതവും വെച്ച് രാഷ്ട്രീയം ചെയ്തില്ല എന്നായിരുന്നു. ആൻഡ് ഐ സേ ദാറ്റ് ഐ കം ഫ്രം ബീഹാർ.
അവിടെ ഒരുപാട് ജാതികളും മതങ്ങളും പിന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റീസും ഉള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി 1.2 ബില്യൺ ജനങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നു. അത് 2014 സംഭവിച്ചതും. അതെന്നെ ഒന്ന് ശരിക്കും തിരിഞ്ഞ് നോക്കിപ്പിച്ചു. അന്ന് ആരംഭകാലത്തിൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, ഹി വാസ് നോട്ട് റെഡി. അലയൻസ് ചേഞ്ച് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇവൻച്വലി അദ്ദേഹം അത് പിന്നെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ താങ്കൾ മോദിയുടെ ഹനുമാനായിരിക്കുന്നു. ഇവൻച്വലി ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ശരി, ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് ഞാൻ എന്തിനു വേണ്ടി ഹനുമാനായ, എന്തുകൊണ്ടായെന്നൊക്കെ. അന്ന് 2020 തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ തനിച്ചാണ് നിന്നത്. തെരഞ്ഞെടുപ്പിൽ തനിച്ച് നിന്നായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ത്യ അലയൻസസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഐ ഓപ്റ്റഡ് ഔട്ട് ഓഫ് ദ അലൈൻ. സോ ആ സമയം ഞാൻ തനിച്ചായിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്നത്. ആ സമയം ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ റെക്കോർഡിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ട്. ക്യാമ്പയിന് വേണ്ടി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഉപയോഗിക്കില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഹനുമാനാണ്. എന്നാലും ഒരു മറു അഭിപ്രായവും ഉണ്ട്. രാംവിലാസ് പാസ്വാൻ മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്ന ആളാണെന്ന്. അതെ, അദ്ദേഹം എപ്പോഴും ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ജീവിച്ചൊരു വ്യക്തിയാണെന്നും. ഇപ്പോൾ ലാലുജി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മോദി 3ാമത്തെ പ്രാവശ്യം ഭരണത്തിൽ വരികയാണെങ്കിൽ ഭരണഘടന ഇല്ലാതാകും, റിസർവേഷൻ ഇല്ലാതാകും എന്ന് പറയുന്നു. അതേ ഒരു കാര്യം പറയൂ, ശരിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യാൻ പോകുന്നത്? അതെ, ഇത് ലാലു പ്രസാദാണ് പറഞ്ഞത്. അതെ, പക്ഷെ അവർ കാരണം പറയണ്ടേ? എന്ത് കാരണം കൊണ്ടാന്ന് പറഞ്ഞേ? എന്ത് കാരണം കൊണ്ടാ അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നശിപ്പിക്കാൻ പോകുന്നെന്നും പറയണം, എങ്ങനെയാ മാറ്റാൻ പോകുന്നെന്നും പറയണം. ഒരു പ്രധാനമന്ത്രി എന്ത് കാരണം കൂടിയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ? പല വർഷത്തിന് അദ്ദേഹം ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. 2 പ്രാവശ്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നു. ഇനി 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം തന്നെ ആയിരിക്കും അത്. ഒരു മനുഷ്യൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കാരണം കൊണ്ട് മാത്രമാണ് നാട്ടിൽ പല സ്ഥലങ്ങളിൽ പല പൊസിഷനിൽ ഇരുന്നിരിക്കുന്നത്. ശരി, കാരണം എന്താണ്? അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? അതിന്റെ കാരണം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് ബാഹ സാഹിബ് ഉണ്ടാക്കിയ കാര്യമാണ്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുമ്പിൽ വന്ന് നിന്ന്, ഞാൻ എന്ത് ചെയ്താലും ശരി, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേലെ സത്യമായിട്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നാണ് സത്യം ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നശിക്കാൻ പോവാന്ന് പറയുന്ന ആ ആൾക്കാരൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നാടിനെ തെറ്റായ രീതിയിലാണ് വഴി നടത്തുന്നതും. ജനസംഖ്യയുടെ നാശത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരും തന്നെ, ഈ നാട്ടിൽ ജനകീയത അവസാനിക്കാൻ പോവാന്ന് പറയുന്ന എല്ലാവരും, എമർജൻസിയിൽ എന്താ പറ്റിയത്? ഇപ്പം നിങ്ങൾ ആ മര്യാദയുള്ള ലാലുജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം എമർജൻസി സമയത്ത് എന്താ ചെയ്തത്, എല്ലാവർക്കും എന്താ പറ്റിയെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ സാർ. ഇവരെല്ലാവരും തന്നെ ഈ കുഴപ്പം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 2015 ബീഹാറിലെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമായിരുന്നു. ആ സമയം അവരവിടെ ഈ ഇടമൊന്നും ഒതുക്കത്തില്ല, ഈ സ്ഥലം ഒതുക്കത്തില്ല എന്ന് പറഞ്ഞൊരു റൂമർ സ്പ്രെഡ് ചെയ്തു. മോശമായ രീതിയിൽ ഒരു കാര്യവും ചെയ്തു വെച്ചിരുന്നു. മുഴുവൻ തെരഞ്ഞെടുപ്പും അതിനെ സംബന്ധിച്ചു പോയി. പിന്നെ ഒരു 10 വർഷമായി നടന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. റിസർവേഷനോ ഒന്നും സംഭവിക്കില്ലെന്നുള്ള വല്ല ഗ്യാരണ്ടിയും കിട്ടിയോ? ഞാൻ ഗ്യാരണ്ടി തരാം സാർ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയത്തിലുള്ളവരെ ഞങ്ങളൊരു കാവലാളിയായിട്ടേ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഈ സൊസൈറ്റിയിൽ താഴ്ത്തപ്പെട്ടിരിക്കുന്നവരെ, ദളിത്, കഷ്ടപ്പെട്ടു വരുന്ന കുടുംബത്തിലെ ആൾക്കാരെ കാക്കുന്ന കാവലാളിയായിരിക്കും. ഇപ്പോഴും അവരെ കൊണ്ട് അതിൽ നിന്നൊന്നും എസ്കേപ്പായി വരാൻ പറ്റിയിട്ടില്ലെന്നേ പറയാൻ പറ്റുള്ളൂ സാർ. ഫോർ എൻ എക്സാമ്പിൾ, എനിക്ക് ഓർമ്മയുണ്ട്, അത് 2019 തോന്നുന്നു സാർ. 2019 അല്ലെങ്കിൽ 18 ആയിരിക്കും സാർ. അത് സ്കെഡ്യൂൾ കാസ്റ്റ്, സ്കെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റിയിൽ അതൊരു വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിനെ വെച്ച് അവർ ഒരു അട്രോസിറ്റി ചെയ്തു. ആ സമയം എൻ്റെ അച്ഛനായിരുന്നു ഹെഡായിട്ടിരുന്നത്. ആംബുലോസ് പാസ്വാൻജി ആ സമയത്ത് ഗവൺമെന്റിനെ തന്നെയായിരുന്നു എതിർത്ത് നിന്നത് ഇവർക്ക് വേണ്ടി. ഈവൻച്വലി വിഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ആ ബില്ല് പാസ് ചെയ്യാൻ തന്നെ ലോക്സഭയും രാജ്യസഭയുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നുള്ള അവസ്ഥയിൽ ഞാൻ തീർച്ചയായിട്ടും ഗ്യാരണ്ടി തരും സാർ. ഈ ചിരാഗ് പാസ്വാൻ ഇവിടെ ഉള്ളവരെ ഒരു കഷ്ടപ്പെടുന്നവനും അവന്റെ റൈറ്റ്സ് ആരും തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം സാർ. അതാണ് ഞാൻ എൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാലു പ്രസാദ് യാദവ് പറയുന്നത് രാംവിലാസ് പാസ്വാൻ സെക്യുലർ ആയിരുന്നു. പക്ഷേ നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യക്തി. ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും നടക്കുന്നു. അവരെ അതല്ല സാർ, പേടിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സെക്യുലറിസവും എൻ്റെ സെക്യുലറിസത്തിന്റെ മനസ്സിലാക്കണം വേറെ രീതിയിലാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ, ഒരു മതത്തെ മാത്രം വെച്ച് രാഷ്ട്രീയം ചെയ്യുന്നത് സെക്യുലറിസം ആണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഒരു സെക്യുലറിസവും ഞാൻ വിശ്വസിക്കില്ല. ഇന്ത്യ എന്ന് പറയുന്നത് പല മതങ്ങളുള്ള ഒരു നാടാണ്. ഇതൊരു സെക്യുലർ കൺട്രി. ഇവിടെ കുറേ സെക്യുലറിസം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം. ഇത് പുറത്ത് കാണിക്കുന്നത് കൊണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കണം രജത് സാർ. ഞാൻ ഒരുപാട് ദൈവത്തിന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഒരുപാട് പൂജയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ദിവസം അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റു മതങ്ങളെ ഒന്നും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. ഇവിടെ ഇന്ത്യയിൽ മാത്രമാണ് സാർ ഇതുപോലത്തെ ലിബർട്ടിയൊക്കെ ഉള്ളത്. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ സാർ?
ഈ ഒരു നാട്ടിൽ മാത്രമാണ് സാർ ഇത്ര സ്വസ്ഥമായിട്ടുള്ള ഒരു ഫ്രീഡം പോലും കിട്ടുന്നത്. ഓരോ മതമുള്ള ആൾക്കാരും ഓരോ രീതിയിൽ അങ്ങനെ പോവാം. അവരവരുടെ മതത്തിനെ അവരവർക്ക് നല്ലപോലെ റെസ്പെക്ട് ചെയ്യാം. പക്ഷേ ബീഹാറിൽ ലാലുജി അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ടും തേജസ്വി അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ടും എന്താണ് ആരോപിക്കുന്നതെന്ന് വെച്ചാൽ രാമക്ഷേത്രത്തിന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചോദിക്കുന്നു എന്ന്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ശരി, പക്ഷേ ഇവര് ഏത് വെച്ചാണ് വോട്ട് ചോദിക്കുന്നത്? അവർ ഈ കാര്യം സംസാരിച്ചു അതിനെക്കുറിച്ച് മാത്രമല്ലേ വോട്ട് ചോദിക്കുന്നത്. ഒരിക്കലും ബീഹാറിൽ സംഭവിക്കുന്ന ഒരു കാര്യം വെച്ച് ഇവർ വോട്ട് ചോദിക്കാൻ വരത്തില്ലല്ലോ. രാമന്റെ അമ്പലം ഈ പ്രശ്നം കുറെ വർഷങ്ങളായിട്ട് പോകുന്നതാണ്. ഇത് പുതിയതായിട്ട് പറയാൻ ഒന്നുമില്ലല്ലോ. BJPയുടെ മാനിഫെസ്റ്റോയിൽ പോലും ഇത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ വൺസ് ആൻഡ് ഫോർ ഓൾ എല്ലാ കാര്യവും തീർന്നിട്ടുണ്ട്. ഈവൻ ഇത് വെച്ച് പോലും ഓരോ ആൾക്കാർ ഓരോ രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇതൊക്കെ പല വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഞാൻ എന്റെ ചെറിയ പ്രായം തൊട്ട് കാണുന്നതാണ് സർ. തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന എല്ലാവരും തന്നെ രാമന്റെ അമ്പലത്തിനെ കുറിച്ചായിരിക്കും ചർച്ച. ഗ്രേറ്റ് 80s ശരി 90s ശരി, ഇങ്ങനെ നടന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിലൊക്കെ രാമന്റെ അമ്പലത്തിനെ കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്, ആർട്ടിക്കിൾ 370 കുറിച്ച് ഓർത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഹ്യൂമൻ റിസർവേഷനെ വെച്ചാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ രാഷ്ട്രീയം വൺസ് ആൻഡ് ഫോർ ആൾ ഇതെല്ലാത്തിനും തന്നെ നല്ല ഉത്തരം കൊടുത്തിട്ടുണ്ട്. രാമന്റെ അമ്പലം കെട്ടിത്തീർന്നു, ആ കാര്യം തീർന്നു. ആർക്ക് വിശ്വാസമുണ്ടോ അവർ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇവരെല്ലാരും തന്നെ അതൊരു വലിയ ഈവന്റ് ആക്കിയെന്നാണ് പറയുന്നത്. ഭഗവാൻ രാം 500 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകുന്നത് വിശ്വാസമുള്ളവർക്ക് ഇത് വലിയ കാര്യമല്ലേ സാർ? എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഇത് വലിയ കാര്യം തന്നെയാണ് സാർ. ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ BJP വന്നതിന് ശേഷമാണ് ഇതെല്ലാം മാറ്റിയെടുത്തതെന്ന്. അവിടെ എത്ര BJPയുടെ മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയാം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നു. താങ്കളും കേട്ട് കാണുമെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് താങ്കൾ അമിതാഭ് ബച്ചനെ കണ്ടു കാണും, ഐശ്വര്യ റായിയുടെ ഡാൻസ് കണ്ടു കാണും, പക്ഷേ ഒരു പാവപ്പെട്ട വ്യക്തിയെ അവിടെ കാണാൻ സാധിക്കില്ലെന്ന്. ഓ, ഇവര് പോയിട്ടില്ല, അതുകൊണ്ട് ഇവർക്ക് ആരാണെന്ന് അറിയത്തില്ലല്ലോ. അതെ, കാരണം ഇവര് പോയിട്ടില്ല. അവിടെ സാധു സമൂഹത്തിന് ചേർന്ന എല്ലാവരും തന്നെ സമൂഹത്തിലുള്ള എല്ലാ ജാതിയിലുള്ള ആൾക്കാരും വരും. ഈ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് കണ്ടല്ലേ നമ്മുടെ പ്രധാനമന്ത്രി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറയുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ഫീൽഡിലും രാഷ്ട്രീയം ഉള്ളതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഇന്ത്യൻ സിനിമ പോലും ആയിക്കോട്ടെ. ഇന്ത്യൻ സിനിമ നമ്മുടെ നാട്ടിന് കുറെ നല്ല പേരെടുത്ത് തന്നിട്ടുണ്ട്. ഇത് റീസെന്റ് ടൈംസ് ആയിട്ടുള്ളതാണ്. രാഷ്ട്രീയം ഇത് ഒരിക്കലും ഒന്നിപ്പിക്കരുത്. അവർ ഒരിക്കലും ഇതിനു വേണ്ടി മാത്രം ഈ പ്ലാറ്റ്ഫോമിലോട്ട് വിളിക്കാൻ പാടില്ല. ഈ സമൂഹത്തിലുള്ള പണമുള്ള ജനങ്ങളെയും പണം ഇല്ലാത്ത ജനങ്ങളെയും ഇതെല്ലാരെയും ഒരുമിപ്പിച്ച് ഒരു വഴി നടത്തുന്നതാണ് ഈ സബ്കാ സാത്ത് സബ്കാ വികാസ്. താങ്കൾ എത്രത്തോളം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞാലും താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം, ബീഹാറിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ചേർന്നവരെല്ലാവരും അവരുടെ വോട്ട് ലാലു പ്രസാദ് യാദവിനാണ് നൽകുന്നത്, അല്ലാതെ RJDക്ക് അല്ല. ഇല്ല, അങ്ങനെയൊന്നും പോകത്തില്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എന്റെ ലോക്സഭയുടെ ഇലക്ഷൻ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിനു വേണ്ടി 2014 പിന്നെ 2019 ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, പ്രൂഫും കൊണ്ടാണ് ഈ പറയുന്നത്. 2 പ്രാവശ്യവും മുസ്ലിംസ് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, യാദവ്സ് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സാർ, ഞാൻ ഈ മതമോ അല്ലെങ്കിൽ ജാതി വെച്ചുള്ള വോട്ടൊന്നും ഒരിക്കലും വിശ്വസിക്കത്തില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല സാർ, എന്തിനു വേണ്ടിയാണ് ബിഹാരീസിനെ മാത്രം മുസ്ലിം ബിഹാരി, ഫോർവേഡ്, ബാക്ക്വേർഡ് ബിഹാരി എന്നൊക്കെ വിളിക്കുന്നത്? അവര് ബിഹാരീസ്, അത്രേ ഉള്ളൂ. ഞാൻ ആരെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ബിഹാറിൽ മാത്രമുള്ള 13 കോടിക്ക് മേലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ അത്ര വലിയൊരു വളർന്ന നാടായിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ഇത് കൂട്ട് കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വന്നേ പറ്റൂ. ജാതി മതവും ഭേദവും എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ പുറത്ത് വന്നേ പറ്റൂ സാർ. ജനങ്ങളിലുള്ള ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരാൾ പണക്കാരനും ആ പണക്കാരനും ആവുന്നു, കഷ്ടപ്പെടുന്നവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മുടെ നാട് വളരണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കണമെന്ന് വിചാരിച്ചാൽ പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഉള്ള വ്യത്യാസം നമ്മൾ മാറ്റിയേ പറ്റൂ. അതെങ്ങനെയാന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവന്റെ മുകളിലോട്ട് കൊണ്ടുവന്ന് അവന്റെ ഈ കഷ്ടപ്പാട് മാറ്റണം. പൈസ കൂടുതലുള്ളവരുടെ പൈസ ഒക്കെ എടുത്ത് പണം ഇല്ലാത്തവരുടെ കയ്യിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ജനങ്ങൾക്കും ഈ നാടിന് വേണ്ടി ഈ സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സാർ, എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നവരാത്രിയുടെ അന്ന് തേജസ്വി യാദവ് മീൻ കഴിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സർ, ആദ്യത്തെ കാര്യം തന്നെ എന്താന്ന് വെച്ചാൽ ആരെന്ത് കഴിക്കണം ആരെന്ത് കഴിക്കണ്ട, അവരവരുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതിലൊന്നും നമ്മൾ തലയിടാൻ പാടില്ല. ഇതാണ് സർ. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കഴിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. പ്രോബ്ലം അറൈസസ് വെൻ നിങ്ങളത് പുറത്ത് കാണിക്കുമ്പോഴാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ മീനിനെ കഴിക്കുന്നത്, അതിൻ്റെ ഒപ്പം എന്തൊക്കെയാണ് കുറേ ജ്യൂസ് ബോട്ടിൽസ് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിൽ. ഇത് വാട്ടർമെലൺ ജ്യൂസ്, ഇത് ഓറഞ്ച് ജ്യൂസ്, ഇങ്ങനെ കുറേ ഒരുപാട് ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതങ്ങനെയാ, ഇതിങ്ങനെയാ, ഇത് ചൂടിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള. നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ 2 നേരം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും. നമ്മുടെ കൂടെ ഒരു രാഷ്ട്രീയത്തിലുള്ള കൂട്ടുകാരനുണ്ട്, അദ്ദേഹം ഇത് കണ്ടാൽ ഇപ്പോഴും വിഷമിക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വേണമെന്ന് വെച്ച് ചെയ്യുന്നല്ലേ. അപ്പം നിങ്ങളുടെ ഇന്റൻഷനും ഇത് തന്നെയായിരുന്നു. അത് തന്നെ നിങ്ങളൊരു വലിയ അതായത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഉള്ളത്. അത് മാത്രമല്ലാണ്ട് ഒരു നാണം കെടുത്തുന്ന രീതിയാണ് ഇത് തന്നെ ശരിക്കും. നവരാത്രിയുടെ ആദ്യത്തെ ദിവസം വളരെ അത്യാവശ്യമാണ്. കാരണം അന്ന് ഞാനൊരു പൂജയൊക്കെ ചെയ്തതാണ്. ഫസ്റ്റ് തിങ് ഐ സി ഓൺ ദ ഇന്റർനെറ്റ്, അതായത് ആരോ കയ്യിൽ ഒരു മീനൊക്കെ വെച്ചിട്ടുള്ള പോലെ ഹെലികോപ്റ്ററിൽ ഇരുന്ന് അദ്ദേഹം കഴിക്കുന്ന പോലെ വീഡിയോ ആദ്യത്തെ ദിവസം തന്നെ എടുത്താൽ
ആ ദിവസം തന്നെ അത് ആക്റ്റീവായിട്ട് അവർ പോസ്റ്റ് ചെയ്യായിരുന്നല്ലോ, എന്താ അത്ര ഡീആക്ടിവേറ്റ് ആയിപ്പോയി അന്ന് മാത്രം? നവരാത്രിയുടെ ആദ്യത്തെ ദിവസം തന്നെ എന്തുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യണം? സോ ദിസ് വാസ് ആബ്സല്യൂട്ട്ലി നോട്ട് ഫോൾട്ട് ഫോർ. ഇതുപോലത്തെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് അറിഞ്ഞില്ല. ചിരാഗ്, അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ BJP ഈ പ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ എന്ത് കഴിക്കണമെന്ന് മോദിജിയാണ് തീരുമാനിക്കുന്നത്. ഉറപ്പായിട്ടും. എന്ത് കുടിക്കണം എന്ത് ധരിക്കണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഒരു 3 പ്രാവശ്യം അദ്ദേഹം ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയപ്പോഴും അങ്ങനെ ചെയ്തില്ല, പിന്നെ പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ ചെയ്തില്ല. ഇതൊക്കെ എങ്ങനത്തെ സംസാരമാണ് സാർ? നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വാക്കുകളില്ലെങ്കിൽ, നമ്മുടെ വിരലെടുത്ത് ഇങ്ങനെ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുവാണെങ്കിൽ മറ്റുള്ള എല്ലാ വിരലും നിങ്ങളെ നോക്കി തന്നെ ഇരിക്കുന്നത് സാർ. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ, രാഷ്ട്രഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ വന്നെങ്കിൽ വെച്ചാൽ, നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ കുടുംബമൊക്കെ ബീഹാറിൽ പല വർഷങ്ങളായിട്ട് ഒരു സ്ഥാനത്തു നിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിച്ചെന്നാൽ പല കാര്യം ഇംപ്രവൈസ് ചെയ്തിരിക്കാം സാർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 90s ഈ കാര്യം വളരെ മോശമായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ സാർ. 90s ബീഹാറിൽ കാട്ടുരാജാവിന്റെ ഭരണമായിരുന്നു കൂടുതലെന്ന് പറഞ്ഞപ്പോൾ, ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം പണി കിട്ടി അന്ന് പുറത്തു പോയപ്പോൾ അദ്ദേഹം വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് അവിടെ തന്നെയായിരുന്നു പണിയെടുത്തോണ്ടിരുന്നത്. അത് മാത്രമല്ലാണ്ട് അദ്ദേഹം അവിടെ തന്നെ പണിയെടുത്തു, അവിടെ തന്നെ വീട് മേടിച്ചു, പിന്നെ കൊച്ചുങ്ങളൊക്കെ ജനിച്ചിട്ട് പിന്നെ അദ്ദേഹം അവിടെ തന്നെ പോയി സെറ്റിലായി. ഇന്ന് കൊറോണ പോലത്തെ പാൻഡമിക് ഒക്കെ വരുമ്പോൾ എമിഗ്രൻസ് ആയിട്ട് അവരെ പുറത്തുനിന്ന് വിളിച്ചോണ്ട് വരുവാണ്. അവരെയാണ് എമിഗ്രൻസ് എന്നും പറയുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആരാണ് സാർ ക്രിയേറ്റ് ചെയ്തത്? പറയൂ സാർ. സാർ, ഇവരുടെ അടുത്ത് അതിനുള്ള ഉത്തരവൊന്നുമില്ല സാർ. ഇതുപോലത്തെ ഒരിക്കലും വർക്കാവാത്ത കാര്യത്തിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മോദിജി 3ാമത്തെ പ്രാവശ്യം വന്നാൽ ജനകീയ നശിക്കും, നാടൊക്കെ പോകും. അദ്ദേഹം ഇന്നലെയും വന്നതല്ല, 2000 തൊട്ട് ടോപ്പ് പൊസിഷനിലുള്ള ഒരാളാണ്. ഒരു രാജ്യത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഇന്ന് വരെ അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ആ സ്റ്റേറ്റിൽ ഒരു പ്രശ്നവും നടന്നിട്ടില്ല, ഇന്ന് ഇവിടെയും നടക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 400 സീറ്റ് കടക്കും. 100%. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? സർ, ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ കങ്കണ മാഡം കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ കങ്കണ മാഡം കൂടെ ഇപ്പോ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ സർ, നിങ്ങളുടെ സൈഡിൽ നിന്ന് മാമിന് എന്തെങ്കിലും ടിപ്സ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും പറയുക? കങ്കനാജിയെ എനിക്ക് പേഴ്സണലായിട്ട് നല്ല രീതിക്ക് അറിയാം. അവർക്ക് പേഴ്സണലായിട്ട് ഒരു ടിപ്സും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കത്തില്ല. അവർക്കത് നല്ല രീതിക്ക് അറിയുകയും ചെയ്യാം. അവർക്ക് ഏതാ നല്ലത് ഏതാ ചീത്ത എന്നൊക്കെ രാഷ്ട്രീയ രീതിക്ക് അറിയാം. വേറെ എന്താ, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചിരാഗ് പാസ്വാനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പ് മൂലം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് തേജശ്രീയുടെ മുമ്പായിട്ട് തന്നെ ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് തെറ്റ് പറയുവാണ്. പക്ഷെ അവർ ഈ കാര്യത്തിൽ വളരെ സൈലന്റ് ആയിട്ടിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ കഷ്ടപ്പെട്ടത്. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ അതിഥിയായി ആപ്കി അദാലത്തിൽ വന്നിരിക്കുന്നത് യങ് പൊളിറ്റീഷ്യനായ ചിരാഗ് പാസ്വാനാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ചിരാഗ് പാസ്വാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. ചിരാഗ്, ലാലുജി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോഴെല്ലാം BJPക്കാർ കുടുംബരാഷ്ട്രീയത്തിനെ പറ്റി സംസാരിക്കുന്നു. പക്ഷേ ചിരാഗിന്റെ കുടുംബത്തിനെ മറന്നു കളയുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ചിറ്റപ്പനും രാഷ്ട്രീയത്തിലാണ്, ബ്രദേഴ്സ്, റിലേറ്റീവ്സ് ഇവരെല്ലാവരും രാഷ്ട്രീയത്തിലുണ്ട്. ഇല്ല, ഇപ്പൊ ചിറ്റപ്പനും ചേട്ടനും എല്ലാവരും പോയിരിക്കുവാണ്. ഇപ്പൊ എന്റെ കുടുംബം കുറച്ച് ചുരുങ്ങി. ഇപ്രാവശ്യം എന്റെ അമ്മാവനുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കും, തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. 2014 ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നതും. അപ്പോഴും കുടുംബരാഷ്ട്രീയത്തിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞത് ഇവരുടെയും കുടുംബരാഷ്ട്രീയം, അതുകൊണ്ടാണ് മോൻ ഇങ്ങോട്ട് വരുന്നതെന്ന്. എന്തൊക്കെയാ അവർ പറഞ്ഞു. ഞാൻ 85,000 വോട്ട് വ്യത്യാസത്തിലാണ് ജയിച്ചത്. 2019 ഈ വോട്ടിന്റെ മാർജിനും ഇതിന്റെ ഡിഫറൻസും 2.5 ലക്ഷത്തിനേക്കാൾ കൂടി. അതിന്റെ അർത്ഥം 14 തൊട്ട് 19 വരെ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ സർവീസ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ഓടിയിട്ടുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ 2014 2019 എനിക്ക് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. 2020 എന്റെ പാർട്ടിയുടെ പേര്, എന്റെ പാർട്ടിയുടെ സിമ്പിൾ എല്ലാവരും അവിടെ നിന്ന് പറിച്ചെടുത്തു. എന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അവരെടുത്ത് പുറത്താക്കി. അതിനുശേഷം ഞാൻ പിന്നെ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങിയത്. ഞാനൊരു പുതിയ പാർട്ടി ആരംഭിച്ചു, പുതിയ ആളുകളെ അതിനകത്തോട്ട് വെച്ചു, പുതിയ ആൾക്കാരെ ഞാൻ സപ്പോർട്ടായിട്ട് എടുത്തു. അവരുടെ പിന്നാലെ ഞാൻ നടന്നു. ഓരോ കാര്യം ഞാൻ തന്നെ ചെയ്താണ് ഈ പൊസിഷനിലോട്ട് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് അലയൻസിൽ ആരും ഫ്രീ ആയിട്ട് തന്നെ ഒരു സീറ്റും തരത്തില്ല സർ. ഒരു പക്ഷേ അലയൻസിൽ 5 സീറ്റാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലോക് ജനശക്തി പാർട്ടിക്ക് മാത്രം വെറും 5 സീറ്റാണ് ഉള്ളത്. അതിലുള്ളതും 5 സീറ്റ് മാത്രമാണ്. ഇതിനെല്ലാത്തിനും കാരണം എന്റെ ഒറ്റ ആളുടെ ഹാർഡ് വർക്കാണ് സർ. ഇല്ലെങ്കിൽ സീറ്റ്സ് ഒന്നും കിട്ടില്ല സർ.
താങ്കൾക്ക് 5 സീറ്റ് കിട്ടുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പാസ്വാന്റെ കുടുംബം കുടുംബരാഷ്ട്രീയം ചെയ്യുന്നു, പക്ഷെ ലാലുജി കുടുംബരാഷ്ട്രീയം ചെയ്യുന്നില്ല. ലാലുജി അദ്ദേഹത്തിന്റെ മകനെ ഇലക്ഷനിൽ നിർത്തുകയും രോഹിണിയെയും നിർത്തുന്നു, മീസയെയും നിർത്തുന്നു. അതിലെന്താണ് ഇത്ര തെറ്റ് കാണാനുള്ളത്? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കും. പക്ഷേ മീസാക്ക 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പിന്നെയും തോറ്റുപോയി. പിന്നെ എന്തുകൊണ്ട് അവരെ തന്നെ 3ാമത്തെ പ്രാവശ്യം നിൽപ്പിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. അതും ആർക്കെതിരെയാണ് തോൽക്കുന്നത്? രാം കൃപാൽജിക്കെതിരെ. രാം കൃപാൽജി ആരാ? അദ്ദേഹം ഒരു വർക്കർ. RJDയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു വർക്കറായിരുന്നു. അതിനുശേഷം പിന്നെ BJPയിൽ ഇരുന്നപ്പോഴും അദ്ദേഹം ഒരു നല്ല സോഷ്യൽ വർക്കറായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഹെവി ആയിട്ടുള്ള വെയിറ്റ് സോൺ ഇവരുടെ അടുത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിനായിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് ഒരിക്കലും ഇരിക്കത്തില്ല. ഇവൻച്വലി നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ് ആ ക്രൈറ്റീരിയയിലോട്ട് നിങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്. താങ്കൾ നൽകിയൊരു ടിക്കറ്റ്, അതായത് JDUവിന്റെ MNCയുടെ വൈഫ്, മറ്റൊന്ന് JDUവിലെ ഒരു പ്രമുഖ നേതാവിന്റെ മകൾ ജമ്മുവിൽ ജിന്നാദേവിക്കും നൽകിയിരിക്കുന്നു. ഇവരെയൊക്കെ നോക്കുകയാണെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യയും മക്കളും മകളും ഒക്കെ അല്ലേ? എന്താ ശരിയല്ലേ? നിങ്ങൾ ശാംബികയെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അവരെ നിങ്ങൾ രാഷ്ട്രീയക്കാരന്റെ മോളെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞ് അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു യങ് ആയ പൊളിറ്റീഷ്യനാണ്. നല്ല ബുദ്ധിപൂർവ്വമുള്ള ഒരാള്, വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ ലേൺഡ്. അവരുടെ സ്പീച്ചസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ വളരെ നന്നായിട്ടുണ്ടാവും. അവർ തനിച്ച് നിന്ന് തന്നെ അവിടെ സോഷ്യൽ സർവീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ വീണാജിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, അവർ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്നു ചോദിച്ച ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് ഇപ്പൊ അവർക്ക്. കഗഡിയാൽ നിന്നും വന്ന രാജേഷ് ശർമ്മ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം ഒരു യങ്ങായ ചെറുക്കനാണ്, നല്ല രീതിക്ക് സംസാരിക്കും. അവരിതിനു മുമ്പ് ഭരണത്തിലില്ലെങ്കിൽ പോലും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. 2020 ഇലക്ഷനിൽ നിന്നിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ല. ബാഗൽപൂരിലെ തെരഞ്ഞെടുപ്പിൽ പോലും നിന്നിരുന്നു. ബീഹാർ ഇങ്ങനെയാണെന്നുള്ളൊരു ഇമേജ് ഞാൻ ഈ നാട്ടിന് മുമ്പിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് വരെ ബീഹാറിന്റെ ഇമേജ് ഈ നാട്ടിന് മുമ്പിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ബീഹാർ എന്ന് വെച്ചാൽ ടെററിസം, കറപ്ഷൻ, ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഇമേജസ്. നാളെ ഇതിനെക്കുറിച്ച് നിങ്ങളും വിചാരിച്ച് വളരെ സന്തോഷിക്കാൻ പോകുന്നു. അരുൺ ഭാരതി ആയിക്കോട്ടെ, ശാംബക ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ രാജേഷ് വർമ്മ പോലും ആയിക്കോട്ടെ, ചിരാഗ് പാസ്വാൻ ആ ഗ്രൂപ്പിൽ ഒരാളാണ്. ഇവരൊക്കെ പഠിച്ച യങ്സ്റ്റേഴ്സ് ആണ്. അവര് തന്നെ മുമ്പിലോട്ട് വന്ന് ജനങ്ങളുടെ ഓരോ സുരക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. ചിരാഗ്, ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ മറ്റുള്ള പാർട്ടി നേതാക്കന്മാരെ, അതായത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ലാലു പ്രസാദ് ആണെങ്കിലും തേജസ്വി ആണെങ്കിലും, ഇതെല്ലാം കുടുംബരാഷ്ട്രീയമാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ BJP നേതാക്കന്മാരെ നോക്കിയ സമ്രാട് ചൗധരി, അദ്ദേഹത്തിനും കുടുംബരാഷ്ട്രീയമുണ്ട്. സഞ്ജയ് ജയ്സ്വാൾ, കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തില്ലല്ലോ. എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാനും കഴിയില്ല. ഞാൻ എന്തിനാ അവരങ്ങനെ ചെയ്യാൻ പോകുന്നത്? കുടുംബരാഷ്ട്രത്തിനെ കുറിച്ച് ഞാൻ എന്തിനാ? ആരോടൊപ്പം അലയൻസ് വെച്ചിട്ടുണ്ടോ അവരോടും കുടുംബരാഷ്ട്രീയത്തിനെ പറ്റി ചോദിക്കും. സർ, ഞാനത് നേരത്തെ പറഞ്ഞില്ലേ. അതായത് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. പാർലമെന്റിന്റെ ലാസ്റ്റ് സെക്ഷനിൽ, ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സ്പീച്ച് നിങ്ങൾ കേട്ടിരുന്നാൽ, അദ്ദേഹം അതിൽ കറക്റ്റായിട്ട് ഈ കുടുംബരാഷ്ട്രത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ഭരണക്കാരാണ് BJPയിലുള്ള ചില വലിയ പുള്ളികളുടെ പേരും പറഞ്ഞ് കുടുംബരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ അവർ സമയം കളഞ്ഞുകൊണ്ടിരുന്നു. ആ സമയം നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രധാനമന്ത്രി മോഡിജി കാറ്റഗറൈസ് ചെയ്ത എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഒരാൾ അവരുടെ കഴിവും കൊണ്ട് മുന്നോട്ട് വരുവാണെങ്കിൽ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില വലിയ പാർട്ടീസൊക്കെ അവരുടെയൊക്കെ തലവന്മാരായിട്ട് പിന്നെയും ലോഞ്ച് ചെയ്തോണ്ടിരിക്കുവാണ്. അവരെ കൊണ്ട് ലോഞ്ച് ആവാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയാണോ? സോ ഇതാണ് തെറ്റ്. ഒരുപക്ഷെ ചാൻസ് കൊടുക്കുകയാണെങ്കിൽ തെറ്റില്ല, പക്ഷേ തിരിച്ച് ചാൻസ് കൊടുക്കുന്ന ഒരു അർത്ഥവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ലെന്നാണ് അർത്ഥം. അതുകൊണ്ടായിരിക്കും ഈ BJPക്കാർ പറയുന്നത് തേജസ്വി യാദവ് ചാണകത്തെ അൽവയും അൽവയെ ചാണകം എന്ന് പറഞ്ഞ് വിൽക്കുന്ന ആളാണ്. അതവര് 90s പഠിക്കുന്നതുകൊണ്ട് ആ വക എക്സാമ്പിൾസ് അവർ കൊടുക്കത്തുള്ളൂ എപ്പോഴും. അതുകൊണ്ടായിരിക്കും ചാണകവും ആവശ്യമില്ലാത്ത സാധനങ്ങളും. ഇപ്പോൾ താങ്കൾ കാലിത്തീറ്റയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈ കാലിത്തീറ്റ സ്കാം ഉണ്ടായിരുന്നല്ലോ. തേജസ്വി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരുപക്ഷേ ലാലു യാദവ് BJPയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഹരിചന്ദ്രനായി മാറുമെന്ന്. BJP വാഷിംഗ് മെഷീനകത്തിൽ അദ്ദേഹത്തെ ഇട്ടാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള അഴിമതി കേസെല്ലാം പോയി അദ്ദേഹം ക്ലീൻ ആയിട്ട് പുറത്തു വരുമെന്ന്. സാർ, എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഫൺവേയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നാടിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റമിൻ്റെ മേത്താണ് ഓരോ ചോദ്യവും വരുന്നത്. നാടിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റമിൻ്റെ മേത്താണ് ചോദ്യം വരുന്നത്. ഇതൊക്കെ ശരി, ഇത്ര വർഷങ്ങളായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ രക്ഷിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ഓരോ ആൻസസ്റ്റേഴ്സിനാണ് നമ്മൾ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അവരൊക്കെ അത് നാണം കെടുത്തുന്ന രീതിയാണ്. ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റവരൊക്കെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനാണ് അവരൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഇവിടെ ഇവർ ജുഡീഷ്യൽ സിസ്റ്റം മൊത്തമായിട്ടും തന്നെയാണ് നാണം കെടുത്തുന്നതൊക്കെ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ നല്ല ഒരു വിശ്വാസമുണ്ട് രജിത് സാർ. അതായത് ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ മേത്ത് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഒരു പക്ഷേ നിങ്ങളാണ് കുറ്റവാളിയെന്ന് വെച്ചാൽ
നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ഇതാണ് ഇന്ത്യയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു അത്യാവശ്യപ്പെട്ട വാക്ക്. ഇതാ നോക്കൂ, ജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇലക്ഷന് മുമ്പ് കേജ്രിവാളിനെ ജയിലിനകത്ത് ഇട്ടു, അതുപോലെ ഹേമന്ത് ഷോറിനെ ജയിലിലടച്ചു. കാരണമുള്ളതുകൊണ്ടല്ലേ സാർ അവരെ ജയിലിലിട്ടത്? കാരണമൊന്നുമില്ലാണ്ട് എന്തുകൊണ്ടാണ് ജയിലിൽ പിടിച്ചിടാൻ പോകുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്? ഇന്ന് നോക്കിയാൽ കെജ്രിവാൾജി ആരുടെ സപ്പോർട്ടാണ് നേടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് അദ്ദേഹം ആരുടെ സപ്പോർട്ടിലാണുള്ളത്? ഇന്ന് അദ്ദേഹം ആരുടെ സപ്പോർട്ടിലാണ് ഉള്ളതെന്ന് പറയേ. സോ കോൾഡ് ഇന്ത്യൻ അലയൻസ്, വാട്ട് എവർ അലയൻസ്, എന്തൊക്കെ ആയാലും അവരൊക്കെ ഏത് സ്റ്റേജിലായിരുന്നത്, കേജ്രിവാൾജിയെ അറസ്റ്റ് ആകുമ്പോൾ ഏത് സ്റ്റേജിലായിരുന്നെന്നും പറയണം. നിങ്ങൾ ഓരോരുത്തരുടെ മുഖം സൂം ചെയ്ത് കാണിക്കണം. അതേ ഗാന്ധി ഗ്രൗണ്ടിൽ തന്നെ കേജ്രിവാൾജി ഈ ഫ്ലാഗ് എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ണാ ഹസാർജിയുടെ മൊമെന്റില് കറപ്ഷൻ ആ തെറ്റാ ഈ തെറ്റാന്നും പറഞ്ഞാണ് അവരവിടെ കിടന്ന് ചുറ്റിക്കൊണ്ടിരുന്നതൊക്കെ. ഇന്ന് ജയിലിൽ നിന്ന് പുറത്തു വരാനായിട്ട് അവരുടെ അടുത്ത് സപ്പോർട്ട് നേടിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയേണ്ടത്. ശരിക്കും തേജസ്വി യാദവും നിങ്ങളും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, സത്യമാണോ? നിങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ സൗഹൃദമുണ്ടെന്നും ഒക്കെ പറയുന്നത് കേട്ടു, അതൊക്കെ സത്യമാണോ? കൂടെയൊന്നും ഇരിക്കുന്നില്ല, പക്ഷെ എന്റെ ഫ്രണ്ട് മാത്രമല്ല, എന്റെ ഒരു നല്ല അനിയനുമാണ് അവൻ. തേജശ്രീയെ എപ്പോഴും ഞാനൊരു നല്ല അനിയനായിട്ട് അനിയെന്ന് വിളിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഒരു കാരണമുണ്ട് അതിനൊക്കെ. അത് നിങ്ങൾക്കും കൂടെ റിലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് മാറും. ശരിക്കും എനിക്ക് അങ്ങനെയാണ് അത് കണക്ട് ആയതൊക്കെ. എൻ്റെ അച്ഛൻ്റെ, അതായത് അത്രയും മര്യാദയുള്ള ഒരു ലാലുജി ആയാലും അവർക്ക് രണ്ടുപേർക്കും ഒരു നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. ആ ബോണ്ടിങ് വെച്ചായിരുന്നു നല്ല രീതിയിൽ അവർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടുപേർക്കും നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ കൊച്ചു വയസ്സ് തൊട്ട് തേജശ്രീയെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സും ആയിരുന്നു. അപ്പോൾ ആരെ താങ്കൾ സഹോദരൻ അല്ലെങ്കിൽ സുഹൃത്തെന്ന് വിളിക്കുന്നുവോ അദ്ദേഹത്തിന്റെ പബ്ലിക് മീറ്റിംഗിൽ തന്നെ അദ്ദേഹം താങ്കളുടെ അമ്മയെ പറ്റി വൃത്തികേട് പറഞ്ഞു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുമ്പോൾ എന്റെ മനസ്സിന് നല്ല വിഷമമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിന് നല്ല വിഷമം തരുന്നതാ. ആരെ ഞാൻ ഇത്ര ദിവസം എന്റെ അനിയനായിട്ട് കരുതിയോ അവന്റെ കൺമുമ്പിൽ തന്നെ കുറച്ച് ആളുകൾ എന്റെ കുടുംബത്തിനെ ഇഷ്ടം പോലെ വഴക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കാര്യമൊക്കെ നല്ല ഓപ്പൺ ആയിട്ട് തന്നെ പറയുക. ആരിവിടെ അലയൻസിലുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഒരു പേടിയുമില്ല. രാവുഡേജി എന്റെ ഒരു അമ്മയെ പോലെയാണ്. അവരെ ഞാൻ എൻ്റെ ഒരു അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. മീസാക്ക എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ്. പിന്നെ രോഹിണിജി എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ്. ഈ കുടുംബത്തിൽ എനിക്കൊരു ബന്ധമുണ്ട്. ഇന്ന് ഞാൻ വേറെ ഒരു അലയൻസിലുണ്ടാകാം, പക്ഷേ ഈ കുടുംബത്തിലുള്ള ആ ബന്ധം ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ലപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് തേജസ്വിക്ക് മുമ്പായിട്ട് തന്നെ, തേജശ്രീയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ കുടുംബത്തെയാണ് അവർ അപമാനമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ മിണ്ടാണ്ടും അനങ്ങാണ്ടിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഒരുപക്ഷെ ഞാൻ തേജശ്രീയുടെ സ്ഥാനത്തിരുന്നിരുന്ന, ഒരുപക്ഷെ അവരാരെങ്കിലും ഇത് കൂട്ട് വാക്കുകളാണ് സംസാരിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെന്ന് അറിഞ്ഞാൽ ഞാൻ എതിർത്ത് തീർച്ചയായിട്ടും അവർ ചോദ്യം ചോദിച്ചിരുന്നേനെ. ഞാൻ അവിടെ തന്നെ നിന്ന് അവരെ കൊണ്ട് സോറി പറയിപ്പിച്ചേനെ. പിന്നെ ഇത് കൂട്ട് ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് ഒരു സ്ഥാനവും അവിടെ കൊടുക്കാൻ പാടില്ല. എന്തൊക്കെ ശത്രു ആയിരുന്നാലും ആ മര്യാദയെങ്കിലും ഒന്ന് രക്ഷിച്ചിരിക്കണ്ടേ. ഉത്തരം നൽകിയിട്ടുണ്ട്. തേജസ്വി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താഴെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതുപോലെ ആരൊക്കെയോ എന്നെ ദിവസവും വഴക്ക് പറയുന്നുണ്ടെന്ന്. നോ, ദിസ് ഇസ് ഈവൻ വേഴ്സ്റ്റ്. അദ്ദേഹം ഇതിപ്പോ ഇന്ന് ജസ്റ്റിഫൈ ചെയ്യുവാണ്. എന്റെ അമ്മ അദ്ദേഹത്തിന് ഒരു അമ്മയെ പോലെയല്ലേ? ഈ കാര്യം ആ അമ്മയെക്കുറിച്ചല്ലേ, എന്റെ അമ്മയെക്കുറിച്ചല്ലേ? ഇത് എല്ലാ അമ്മമാർക്കും ഉള്ള കാര്യങ്ങളല്ലേ? നമ്മളെല്ലാവരും ഓരോ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. നമുക്കൊക്കെ ചേച്ചിയും അനിയത്തിമാരും ഉണ്ടതാണ് ആ കുടുംബത്തിൽ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ കേട്ടോണ്ട് ചുമ്മാതിരിക്കും? നിങ്ങളത് ചോദിച്ചില്ലെന്നും പറഞ്ഞ് അതിന് ജസ്റ്റിഫിക്കേഷനും പറഞ്ഞുകൊണ്ടിരിക്കുക. രജത് സാർ മുന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റേജ് ഇവിടെ ആയിരിക്കുന്ന, പോഡിയം ഇവിടെയാണുള്ളത്. മുമ്പിൽ തന്നെയാണ് അവർ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ PM സാർ ഉള്ളിടത്ത് പോയി നിന്നാൽ പോലും അവിടുന്ന് ആര് ശബ്ദം ഇട്ടാലും PM സാറിന് നല്ല രീതിയിൽ കേൾക്കാൻ കഴിയും. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ആർക്ക് എന്താ പ്രശ്നമെന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ലൈനിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അമ്മേനെ അനിയത്തിന് തെറ്റായ രീതിയിൽ സംസാരിക്കുന്നു. ആ വാക്കാണെങ്കിൽ എന്നെ കൊണ്ട് പറയാനും കഴിയത്തില്ല. അത് ബീപ്പില്ലാണ്ട് ഒരു നാഷണൽ ചാനൽസിന്റെ മുന്നേ നിങ്ങൾക്ക് കാണിക്കാനും കഴിയില്ല. പക്ഷെ അദ്ദേഹം ഇത് കേട്ടോണ്ട് അനങ്ങാണ്ട് ഇങ്ങനെ കല്ല് പോലെ നിപ്പുണ്ട്. അതെങ്ങനെ എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? താങ്കളുടെ മുന്നിൽ വെച്ച് തേജസ്വി ആരെങ്കിലും എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വിട്ടിരിക്കില്ല. ഉറപ്പായിട്ട് ഞാൻ അത് വിട്ടിരിക്കില്ല സർ. തേജശ്രീയെ വഴക്ക് പറയുന്നത് മാത്രമല്ല, വേറെ ഏതൊരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്താലും ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഇതുപോലത്തെ ഒരു സൊസൈറ്റിയില്, സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ വഴക്ക് പറയാനോ ഇൻസൾട്ട് ചെയ്യാനോ ഒരു റൈറ്റ്സും ഇല്ല. ഞാൻ പിന്നെ ഇത് പറയുവാണ്, മര്യാദയുള്ള വാക്കുമൂലവും നമ്മുടെ ഓപ്പോസിഷൻ നമുക്ക് കാണിക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ഓരോ രീതി നോക്കുവാണെങ്കിൽ ഓരോ അലിഗേഷൻസ് മാറ്റിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ മാറിയില്ലേ സർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സർ. ഒരാൾക്ക് എന്തോരം ധൈര്യം ഉണ്ടെങ്കിൽ, അതായത് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിട്ടും അവൻ ചിറാഗ് പാസ്വാനെ കുറിച്ച് തെറ്റായ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അവനെ ഒന്നും ചെയ്യത്തില്ല. അവൻ ഏതെങ്കിലും ഒരു നാട്ടിലോട്ട് പോകാൻ തന്നെ നിങ്ങൾ വെച്ചോളൂ. അവിടെ പോയി അനിയത്തിയ അമ്മമാരെ എല്ലാരെയും അവൻ തെറ്റായ വാക്ക് മാത്രമല്ല, തെറ്റായ ആക്ടിവിറ്റീസിൽ ഇറങ്ങാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ സാർ? അവൻ എവിടുന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റത്തില്ല. കാരണം അവൻ ചിറാഗ് പാസ്വാനെ കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു. മറ്റേതാരാ ഒരു കഷ്ടപ്പെടുന്ന ഒരു പെണ്ണല്ലേ? ബീഹാർ ജനങ്ങളുടെ അനാലിസിസ് എന്താണെന്ന് വെച്ചാ, യാദവന്മാരെല്ലാവരും കൂടി ചേർന്ന് പാസ്വാനെ വഴക്ക് പറയുക. എന്റെ ദൈവമേ, ഇതാണ് അവരുടെയൊക്കെ ഒരു ഡിവിഷൻ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ പറയേ, എല്ലാ യാദവും പാസ്വാനെതിരായിട്ടാണോ ഉള്ളത്? RJDയിൽ പാസ്വാൻസ് ഒന്നും ഇല്ലേ? അത് മാത്രമല്ലാണ്ട് BJPയിലാണെങ്കിൽ യാദവ്സും ഇല്ലേ?
എന്തൊക്കെ സംസാരം ഇത്? ഇതുപോലത്തെ കളികളാണ് ഇവർ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. ഇനിയും അത് തന്നെ ഉപയോഗിക്കാൻ പോകുന്നതും. ഞാൻ യാതൊരു യാദവിനെയും പിരിച്ചു നോക്കിയിട്ടില്ല, യാതൊരു പാസൻസിനെയും പിരിച്ചു നോക്കിയിട്ടില്ല, ഏത് ബാക്ക്വേർഡ് ഫോർവേഡ് എന്തിനും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ വെറും ഒരു ബിഹാരിയാണ്. എന്നും ബിഹാരിയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് വഴക്കിടുന്നത്. നമ്മൾ ബീഹാറിന്റെ ഒരു ശക്തതയ്ക്ക് വേണ്ടിയാണ് വഴക്കിടുന്നത്. ഈ സ്വദേശം പഠിത്തത്തിന് കിട്ടിയ ഒരു നല്ല പേരുമായിരുന്നു ശരിക്കും. നളന്ദ യൂണിവേഴ്സിറ്റി ഇവിടെ തന്നെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ റെസ്പെക്ട് ആയിട്ട് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോസ് ബാക്കിൽ വെച്ച് അവരവരെ കാണുന്നുണ്ട്. അതുമാത്രമല്ലാണ്ട് ഫോട്ടോസ് എടുക്കുവാണ്. ആ ഗൗരവവും ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ബീഹാറിൽ പഠിത്തത്തിന്റെ ഒരു അവസ്ഥ നോക്കണം. ആ സിറ്റുവേഷൻ മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളും ഇപ്പോൾ. ഇവരൊക്കെ ഇപ്പോൾ MY സമീകരണമാണ് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു കാര്യം ചെയ്താണ് എല്ലാവരും പിരിക്കുന്നത്. എനിക്കും MY സമീകരണമുണ്ട്, പെണ്ണുങ്ങളുടെ സമീകരണമുണ്ട്, പിന്നെ യുവാസിന്റെ സമീകരണമുണ്ട്. ഏത് ജാതി ആയിരുന്നാലും ശരി ഞാൻ എല്ലാവരും ഒരുമിച്ചാക്കും. എല്ലാ ജാതിയിലുള്ളവരായാലും ശരി ഞാൻ എല്ലാവരും ഒരുമിച്ചാക്കിയിരിക്കും. ഏത് മതത്തിലുള്ളവരായാലും ശരി എന്തായാലും ഞാൻ എല്ലാവരും ഒരുമിച്ചാക്കും. ഒരിക്കലും ഞാൻ നിർത്താൻ പോകുന്നില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ബീഹാറിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ബീഹാറിന്റെ CM ആകണമെന്ന് ആഗ്രഹിക്കുമോ അതല്ല കേന്ദ്രമന്ത്രിയാണോ എന്ന് ആഗ്രഹിക്കുമോ? ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ഇഫ് ഫിഷസ് വെർ ഹോഴ്സസ് ദെൻ ബെഗേഴ്സ് വുഡ് ഡ്രൈവ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന എല്ലാം കൂടെ അങ്ങോട്ട് നടക്കുവാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് സത്യത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നാൽ ഇന്ന് എൻ്റെ അച്ഛൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേനെ. എൻ്റെ കുടുംബം ഇങ്ങനെ പകുതിയിലായിരിക്കില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട പോരാട്ടത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ആഗ്രഹം ഒരു സൈഡും ഇങ്ങനെ സത്യം ഒരു സൈഡിലും ഉണ്ട്. ഞാൻ ശരിക്കും ഇതെന്റെ ഫുൾ മനസ്സും വെച്ചാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല. 3 വർഷത്തിന് മുമ്പ് എനിക്ക് അറിയത്തില്ല. അതായത് പറയത്തില്ലേ മറ്റേ നെപ്പോ കിഡ്സ് ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്നൊക്കെ, സ്വർണ്ണ പ്ലേറ്റിൽ കഴിക്കുന്നതും ഇങ്ങനെ ഊട്ടി കൊടുക്കുന്നതെന്നൊക്കെ എന്തൊക്കെ ഇവർ പറയും. സത്യം പറയണമെങ്കിൽ എൻ്റെ അടുത്ത് ശരിക്കും ഒരു വീട് പോലും ഇല്ല. ആരുടെ പറയാണ്ട് രാത്രി തന്നെ അവരെൻ്റെ സാധനം എല്ലാം വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് ഒറ്റ എറിഞ്ഞ്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യാവസ്ഥയ്ക്ക് മുമ്പിൽ ഒരു ആഗ്രഹം ഇങ്ങനെ വിജയിക്കില്ല. ഫ്യൂച്ചറിൽ എന്താ കിട്ടാൻ പോകുന്നതെന്ന് മാത്രം എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ചിരാഗ് പാസ്വാൻ എല്ലാ സിറ്റുവേഷനും തയ്യാറാണ്. സിറ്റുവേഷൻ എന്തോ ഒരു മോശമായാലും ശരി ഞാൻ എല്ലാം ഫേസ് ചെയ്യാറില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചിരാഗ് പാസ്വാനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ആൻഡ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമോ? വെൽ, അതല്ലേ പറയുന്നത് ഈ നെവർ സേ നെവർന്ന്. പക്ഷെ എനിക്കതൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഷുവർലി സേ നെവർ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി ആരാണെന്ന് വെച്ചാൽ യങ് പൊളിറ്റീഷ്യൻ ചിരാഗ് പാസ്വാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ചിരാഗ് പാസ്വാന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പകരം വീട്ടുന്ന രാഷ്ട്രീയം കൈക്കൊള്ളുന്നു എന്നതാണ്. ഇങ്ങനത്തെ പാവപ്പെട്ട മുഖം കണ്ടിട്ടാണ് നിങ്ങൾ ഈ റിവെഞ്ചിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പറയൂ സർ. നിതീഷ് കുമാർ താങ്കളെ നാണം കെടുത്തി, അപമാനിച്ചു, ബുദ്ധിമുട്ടിച്ചു. ആ പകയൊക്കെ താങ്കൾ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ 2020 കുറിച്ചല്ലേ സംസാരിക്കുന്നത്? 2020 നടന്ന ബീഹാറിലെ അസംബ്ലി ഇലക്ഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ ബീഹാറി ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് മാനിഫെസ്റ്റോനെ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അതിന് ബീഹാറിലുള്ള എല്ലാത്തിനുള്ള ഒരു ഉത്തരവുണ്ട്. ബീഹാറിൽ എങ്ങനെയാണ് റവന്യൂ കൂട്ടേണ്ടതെന്നും ബീഹാറിലുള്ള റിലീജിയസിനെ കുറിച്ച് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഞങ്ങളുടേത് ആഗ്രോ പോർട്ട് സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രശ്നങ്ങൾ എളുപ്പത്തിൽ തീർക്കുന്നത്, അവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ വെച്ച് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ആ പ്രൊഡക്ഷനെ നമ്മുടെ നാട്ടിനകത്തും പിന്നെ നമ്മൾ പുറത്തോട്ടും തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ 43 സീറ്റിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. താങ്കളായ ഇലക്ഷനിൽ നിതീഷ് കുമാറിനെതിരായിട്ടാണ് ഞാൻ അവരെ എതിർത്തല്ല തെരഞ്ഞെടുപ്പിൽ നിന്നത്. ബീഹാറി ഫസ്റ്റ് എന്ന മാനിഫെസ്റ്റോനെ ഗവൺമെന്റിൽ ഒരു അംഗം ആക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അലയൻസിൽ ഞങ്ങളെ കൊണ്ടൊന്നും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഞാനൊരു ആൾട്ടർനേറ്റീവ് അലയൻസിലോട്ട് പോയിരിക്കണം ചിലപ്പോൾ, വിച്ച് വാസ് ആൻ RJD കോൺഗ്രസ് എവറിത്തിങ്. ഞാനല്ലേ മോദിജിയുടെ ഹനുമാനൊക്കെ. എതിരായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, എതിരെ എന്നെ കൊണ്ട് പോകാനും കഴിഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കണം തന്നെ പാർട്ടി തന്നെയാണ് തീരുമാനിച്ചത്. എനിക്ക് അത്രേ അറിയാവുള്ളൂ ഈ കാര്യം. നല്ല മനസ്സോടെയാണ് തിരഞ്ഞെടുപ്പിൽ നിന്നത്, ജയിക്കാൻ തന്നെയാണ് നിന്നതും. ജയിച്ചില്ല, പക്ഷേ കുറച്ച് നഷ്ടമായിപ്പോയി. താങ്കൾക്ക് കുറച്ച് നഷ്ടമേ ഉള്ളൂ, പക്ഷേ നിതീഷിന് കുറച്ച് കൂടുതലായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെടുമ്പോൾ ചിരാഗ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. സാർ, അങ്ങനെയൊന്നുമില്ല. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിലൊന്നും ഞാൻ ഒരിക്കലും സന്തോഷപ്പെടുന്ന ഒരാളല്ല. എനിക്കതൊട്ടും ഇഷ്ടവുമല്ല. എൻ്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഓർത്ത് ഞാൻ പ്രൗഡായിട്ട് നല്ലപോലെ ഫീൽ ചെയ്യും. ഞാൻ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കണ്ട് ഒരിക്കലും സന്തോഷപ്പെടുത്തില്ല. താങ്കൾ ചിറ്റപ്പനാണ് പറഞ്ഞത്. പശുപതി പോയി അദ്ദേഹം എന്താ പറയുന്നതെന്ന് ഒന്ന് ചോദിക്കുക. ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ചിരാഗ് എന്താ പറഞ്ഞെന്ന് വെച്ചാ നിതീഷ് കുമാറിനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും ഒരാളുടെ വയസ്സിനും അവരുടെ അംഗീകാരത്തിനും ഒരു മര്യാദ തരുന്ന ആളാ.
ഇപ്പോഴാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലുള്ള വലിയ ആൾക്കാരെ, വലിയ വലിയ മിനിസ്റ്റേഴ്സിനെയൊക്കെ വലിയ രീതിയിൽ നാണം കെടുത്തുന്ന പോലെയോ അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്ന രീതിയിലോ നശിപ്പിക്കണമെന്നോ അല്ലാണ്ട് നാരണക്കല്ലെടുപ്പിക്കണമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. ഞങ്ങളുടെ ചീഫ് മിനിസ്റ്റർ 20 വർഷമായിട്ട് അവിടെ ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ പാർട്ടിയിലുള്ളപ്പോൾ ഇതൊക്കെ വളർത്തിയെടുക്കാൻ നോക്കുന്ന ഓരോ രീതിയാണിത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ്റെ പാർട്ടി ഞാൻ വിജയിപ്പിക്കണമെന്നാണ് കരുതിയത്. ആ സമയം ഞാൻ എപ്പോഴും അത് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇരുന്നാലും ഞാനത് താങ്കളുടെ ചിറ്റപ്പനോട് സംസാരിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ രക്തത്തിനും എന്റെ രക്തത്തിനും വ്യത്യസ്തതയുണ്ട്. താങ്കൾ സംസാരിക്കുന്നത് നിർത്താൻ പറഞ്ഞു. അത് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം നമ്മളിങ്ങനെ കോർട്ടിലൊന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ലോയറുടെ പൊസിഷൻ മാറി എൻ്റെ അടുത്ത് വന്നൊരു വിറ്റ്നസ് ആയിട്ട് മാറി നോക്കൂ. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്ന് വെച്ചാൽ ലൈക്ക് ഐ എം നോട്ട് സേയിങ് നിങ്ങൾ വയസ്സിൽ മൂത്ത ആളെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് നിങ്ങൾ എന്നെ ചെറിയ വയസ്സോട്ട് കാണുന്ന, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെയും നന്നായിട്ട് അറിയാം, പിന്നെ എൻ്റെ അമ്മയും നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം. മൂത്തവരെ ഒരിക്കലും ഞാൻ നാണം കെടുത്തത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം അറിയാമല്ലോ സാർ. അദ്ദേഹം ദേഷ്യത്തിലാണ് ഓരോ കാര്യം സംസാരിച്ചിരുന്നത്. അത് സത്യമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഇന്നും അദ്ദേഹം അത് വിചാരിച്ചൊക്കെ റിഗ്രറ്റ് ചെയ്യാം. കാരണം അദ്ദേഹം പറഞ്ഞതൊന്നും ശരിയായ വാക്കുകളോ അല്ല. എന്നെ സംബന്ധിച്ച് അവരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വെച്ചാണ് കാണുന്നത്. എൻ്റെ കുടുംബത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ വയസ്സിൽ ചെറിയ ആൾക്കാരായാൽ പോലും ഞങ്ങൾ അവരെ പേര് പറഞ്ഞ് വിളിക്കത്തില്ല. ചിറ്റപ്പനോ ചിറ്റയോ ഇങ്ങനെയൊക്കെ അനിയ ചേട്ടാന്നൊക്കെ വിളിക്കത്തുള്ളൂ എപ്പോഴും. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനത്തായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം പിന്നെ ഇങ്ങനത്തെ വാക്കൊക്കെ സംസാരിക്കുന്ന സമയത്ത്, ഒരുപക്ഷെ അദ്ദേഹം ഇതൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം മോനാണെന്ന് വെച്ചിരുന്നാൽ, രജത് സാർ നിങ്ങൾ തന്നെ പറയണം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം മോനാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുമോ? ഒരുപക്ഷെ ഞാൻ സ്വന്തം മോനായിരുന്നെങ്കിൽ അദ്ദേഹം എൻ്റെ കാത് പിടിച്ച് തിരിച്ച് പൊന്നാക്കി പോലെ ചോദിച്ചിരിക്കാമല്ലോ. എന്നെ തല്ലിയിരിക്കുക അല്ലെങ്കിൽ വഴക്കും പറഞ്ഞിരിക്കാമല്ലോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുക. അതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. അതാണ് പ്രശ്നവും. സോ അദ്ദേഹം എന്നെ അവസാനം വരെ ഒരു മകനായിട്ട് ഇതുവരെ കരുതിയിട്ടേ ഇല്ല. ഒരുപക്ഷെ എന്നെ മനസ്സുകൊണ്ടൊരു മോനായിട്ട് കണ്ടിരുന്ന ഇത്രയും പ്രശ്നം വന്നിരിക്കാൻ സാധ്യതയില്ല. ചിരാഗ്, ഇവിടെ താങ്കളുടെ അച്ഛനും ഞാനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഈ ചോദ്യം എനിക്ക് ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതെന്റെ ഒരു ജോലിയല്ലേ. പ്രിൻസ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എന്റെ അച്ഛനെ നാണം കെടുത്തി, അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി രണ്ടാക്കിയെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയും തകർന്നെന്ന് പറയും. ഹി വാസ് ലൈക്ക് മൈ കിഡ് ബ്രദർ. അതായത് അവൻ എൻ്റെ അനിയനായിട്ടല്ല, എൻ്റെ ഒരു മോനെ പോലെയാ. ഇപ്പോഴും നിങ്ങൾ നോക്കുവാണെങ്കിൽ കേന്ദ്ര വിദ്യാലയത്തിൽ ഗോൾഡ് മാർക്കറ്റിൽ എൻ്റെ സ്കൂളുണ്ടാവും. ഇപ്പോഴും ഞാനാണ് അവൻ്റെ റിപ്പോർട്ട് കാർഡിലൊക്കെ സൈൻ ചെയ്യുന്നത്. അവൻ്റെ PTM-നൊക്കെ ഞാനായിരുന്നു പോകുന്നത്. ആരെ ഞാൻ എൻ്റെ മോനെ പോലെ വളർത്തിയോ അവനെ ഞാൻ നല്ല രീതിക്ക് പഠിപ്പിച്ചു, നല്ല രീതിക്ക് മാത്സ് പഠിപ്പിച്ചു, പിന്നെ നല്ല രീതിക്ക് ഗ്രൂം ചെയ്തു. ശരിക്കും നല്ല രീതിക്ക് തന്നെ ഗ്രൂം ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ അവൻ എന്നെക്കുറിച്ച് പറയുന്നതൊന്നും അത്ര ഒരു കാര്യമല്ലല്ലോ. എനിക്കെന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മ വലിയമ്മ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചോണ്ടിരുന്നവനാണ്. രാഷ്ട്രീയം എങ്ങനെയാണ് കൊണ്ടുപോയി മാറ്റിയെന്ന് വെച്ചാൽ ഇപ്പം അവൻ അവരെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്, അതും തെറ്റായ ഒരു പേരിൽ. എൻ്റെ അമ്മയെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. അവരൊരു സർദാർ വുമനാണ്, അവരൊരു പഞ്ചാബിയാണ്. പഞ്ചാബികൾക്ക് അവിടെ ശർമ്മ ടൈറ്റിലൊന്നും ഉണ്ടാവില്ല, അത് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അവരെ കിടന്ന് പേര് വിളിക്കുന്നത് റീന പാഷ്വാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. കാരണം അവരൊക്കെ കോറാണ്. അവിടെ ഈ കോർ സിംഗ് സർദാറും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ടൈറ്റിൽസാണ് ഉപയോഗിക്കുന്നത്. റീന ശർമ്മ പാസ്വാൻ എന്ന് പറഞ്ഞ അവരുടെ പേരൊക്കെ വിളിച്ച് പേര് വെച്ചാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബന്ധത്തിന്റെ തന്നെ പേര് നാണം കെടുത്തുന്ന രീതിക്കാണ് അവൻ. ഈ പ്രശ്നം തന്നെ ഈ ഒരു ബന്ധത്തിനെ ഇത്ര നല്ല രീതിക്കുള്ളത് പിരിച്ചു കളഞ്ഞു. അതായത് താങ്കൾ ആരെയാണോ മറ്റൊരു അച്ഛൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, താങ്കളുടെ മേൽ അദ്ദേഹത്തിന് ദേഷ്യമുണ്ടെങ്കിൽ, താങ്കൾക്കെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ താങ്കൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി കൺവിൻസ് ചെയ്യാനൊന്ന് ശ്രമിക്കാമായിരുന്നില്ലേ? ഇതൊരു മിസ്സിംഗ് ലിങ്ക് ആണ് സാർ. ഞാനും അതിന് പോയിരുന്നതാ. ഞാനതിന് പോയിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു ടൈഫോയിഡൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം തന്നെ എനിക്കൊരു ന്യൂസ് മൂലം അറിഞ്ഞത്. പിന്നെ 13 ജൂൺ രാത്രി 2021 ന്യൂസ് മൂലമാണ് ഈ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് 14-ാമത്തെ ദിവസം അതിൻ്റെ വിഷ്വൽസൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്, യൂട്യൂബിലുണ്ടാവും, നിങ്ങളത് കേട്ടിരിക്കുമല്ലോ. അന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് ശരിക്കും ടൈഫോയിഡും ആയിരുന്നു. കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടായിരുന്നു എനിക്ക് ട്രിപ്സ് കയറ്റിക്കൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടും പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്തായിരുന്നു നിന്നോണ്ടിരുന്നത്. ഈവൻ ദോ എൻ്റെ വീടായിരുന്നിട്ട് പോലും ഞാൻ അതിൻ്റെ പുറത്താണ് നിന്നോണ്ടിരുന്നത്. ഏത് വീടിൻ്റെ വാതിക്കാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ആ കതവുകൾ എനിക്ക് വേണ്ടി അത്രയും ദിവസം തുറന്നിരുന്നതാ. ഞാൻ അവിടെ പോവും, കഴിക്കും. ഞാൻ വരാൻ പാടില്ലെന്ന് പറഞ്ഞ കഥവൊക്കെ അവർ പൂട്ടിവെച്ചു. 1.5 മണിക്കൂർ എനിക്ക് വയ്യാണ്ടിരുന്നിട്ട് പോലും ഞാൻ വണ്ടി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. 1.5 മണിക്കൂറിന് ശേഷമാണ് അവർ കഥവൊക്കെ തുറന്നത്. ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ചെറിയമ്മ, ഞാൻ അവരെ പോയി കണ്ട് അവരുടെ കാല് തൊട്ട് വന്ദിക്കുകയും ചെയ്തു. അവർ 2 അടി മുന്നോട്ട് പോയിട്ട് അവരെൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സംഭവിച്ചതൊക്കെ നിനക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഒരു അമ്മ സ്വന്തം മോൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഒരു വാക്ക് പറയുമോ? ഇതൊക്കെ നിനക്ക് ആവശ്യമാണെന്ന് അവർ പറഞ്ഞേ. ഞാൻ എല്ലാം തരാനായിട്ടാണ് വന്നതെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കുടുംബവും പാർട്ടി രണ്ടും നിങ്ങൾ പിരിക്കാൻ പാടില്ലെന്നാണ്. എൻ്റെ അച്ഛൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ് ഈ പാർട്ടി ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തതെന്ന്.
ഒരുപക്ഷെ എൻ്റെ മേത്ത എല്ലാ തെറ്റും നിങ്ങൾ വിചാരിച്ചാൽ അത് ഞാൻ കൊടുക്കാൻ തയ്യാറുമാണെന്നാ പറഞ്ഞേ. ഞാൻ അവരുടെ അടുത്ത് താഴ്ന്നു കൊടുത്താ പോയത്. എന്നിട്ടും അവരെൻ്റെ മുഖത്തിൻ്റെ മുമ്പിൽ തന്നെ ആ കഥ അങ്ങോട്ട് ചാരി. താങ്കളുടെ അച്ഛൻ പാർട്ടി രണ്ടാകണമെന്നും കുടുംബം രണ്ടാകണമെന്നും ആഗ്രഹിച്ച വ്യക്തിയല്ല, ഒന്നിച്ചു പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം പോയതിനു ശേഷം എൻ്റെ ചിറ്റപ്പനല്ലേ എല്ലാത്തിനും മുമ്പിൽ നിന്ന് എന്നെ എല്ലാ കാര്യം നോക്കണ്ടേ. അദ്ദേഹത്തിന് ശേഷം വീട്ടിലുള്ള വലിയ ആൾക്കാരാണ് എല്ലാ തീരുമാനവും എടുക്കുന്നത്. അങ്ങനെയാണ് ബീഹാറിലുള്ള വഴിനടത്തമൊക്കെ ശരിക്കും. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹമാണ് എല്ലാ ഇതും എടുത്ത് നടത്തേണ്ടതൊക്കെ ശരിക്കും. പാർട്ടി ഒരുമിച്ച് വെക്കണം, കുടുംബത്തിനെ ഒരുമിച്ച് വെപ്പിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് താങ്കളുടെ അമ്മ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഒരിക്കലും സോ ശ്രമിച്ചിരുന്നില്ല. ദിസ് വാസ് ഈവൻ മോർ ഹേർട്ട്ഫുൾ. എനിക്ക് വളരെ കഷ്ടമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ, ഞാൻ എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് എൻ്റെ മേത്ത് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കുടുംബത്തിലുള്ള എൻ്റെ ചിറ്റപ്പൻ, എൻ്റെ അമ്മാവൻ, എന്തിനു വേണ്ടിയാ സ്വന്തക്കാരുടെ മേത്ത് മാത്രം ഇത്ര സ്നേഹമായിട്ടിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് കൂടും. എൻ്റെ ചിറ്റപ്പൻ്റെ മക്കളെയും അമ്മാവൻ്റെ മക്കളെയും ഒരു സ്വന്തം മക്കളെ പോലെയാണ് അമ്മ കണ്ടത്. 24 മണിക്കൂർ ഏടത്തി എന്ന് പറഞ്ഞുകൊണ്ടേ അദ്ദേഹം അകത്ത് കയറത്തുള്ളൂ. ഇന്ന് നോക്കുവാണെങ്കിൽ ആ ഏടത്തി തന്നെ ചിരാഗിൻ്റെ അമ്മയായിപ്പോയി. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും ചിറാഗിന്റെ അമ്മ തന്നെയാ. ഒറ്റ സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഈ ബന്ധമൊക്കെ പൊട്ടുന്നതെന്ന് എനിക്കറിയാൻ മേല. പല ദിവസമായിട്ട് പല വർഷമായിട്ടാണ് അവർ മോനെ പോലെ കരുതിക്കൊണ്ടിരുന്നത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇത് ഏകദേശം 44 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 45 വർഷമായി. കഴിഞ്ഞ 44 നിന്ന് 45 വർഷം വരെ എൻ്റെ ചിറ്റപ്പനൊക്കെ ഒരു അമ്മയെ പോലെ, എൻ്റെ ഒരു അമ്മയെ പോലെ നിന്നാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. നല്ല രീതിക്ക് തന്നെ അമ്മ കുടുംബം നോക്കിയതും. ഇന്ന് അവർ ഫോൺ ചെയ്യുന്ന സമയത്ത്, ഇന്ന് രാത്രി മുഴുവനും അവർ ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഒരു മിനിറ്റ് പോലും. രാത്രി മുഴുവനും ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഒരു മിനിറ്റ് നിങ്ങൾ വന്നിട്ട് പോകുന്ന കെഞ്ചിയത്. നമുക്കിരുന്ന് എല്ലാ കാര്യവും സംസാരിക്കാമെന്നായിരുന്നു പറഞ്ഞേ. ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു പ്രാവശ്യം പോലും അവർ ഫോൺ എടുത്തില്ല. അതിനുശേഷം ആ ഏടത്തി എന്ന് പറഞ്ഞ് ചിറാഗിന്റെ അമ്മയായി മാറി. പല വർഷങ്ങൾ താങ്കൾ രാംവിലാസ് പാസ്വാൻ ജീവിച്ച വീട്ടിൽ നിന്നും പുറത്തു വന്ന് താമസിച്ച പല ഫോട്ടോകളും ഞങ്ങൾ കണ്ടു. അതൊഴിച്ച് എനിക്ക് വേറെ ഒരു മെമ്മറീസും ഇല്ലല്ലോ സർ. ഞാൻ 82 ജനിച്ചു, 89 ആ വീട്ടിലോട്ട് പോയി. അന്ന് എനിക്കൊരു 7-8 വയസ്സേ കാണത്തുള്ളൂ. അന്ന് മുമ്പ് സംഭവിച്ചത് ആർക്കും തന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. എൻ്റെ മെമ്മറീസ് എന്ന് പറയുന്നത് ആ വീടിന് ചുറ്റും ഉള്ളത് മാത്രമാണ്. ആൻഡ് 34 വർഷം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. 34 ആരുടെ ഹനുമാനാണോ അദ്ദേഹം താങ്കളെ സഹായിച്ചില്ലേ? ഐ ഡോണ്ട് നോ. ഞാൻ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് എങ്ങനെയാണ് സഹായം ചോദിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ സഹായം എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നത്, എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല, പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. താങ്കൾ അദ്ദേഹത്തിന്റെ ഹനുമാനാണെന്നാണ് പറയുന്നത്. ശരിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തില്ല. എൻ്റെ ആളുകൾ തന്നെ സപ്പോർട്ട് ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് അത് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയുക, എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം അന്ന് നിന്നിരുന്ന ഈ ലോകത്തിലുള്ള ഏത് ശക്തിയായാലും എൻ്റെ പാർട്ടിയോ എൻ്റെ ഫാമിലിയോ പിരിച്ചിരിക്കാൻ കഴിയത്തില്ല. ഉറപ്പായിട്ടും പറ്റിക്കപ്പെട്ടു. എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ എന്നെ ശരിക്കും പറ്റിച്ചു. എൻ്റെ സ്വന്തം രക്തം, എൻ്റെ സ്വന്തം അനിയൻ എൻ്റെ ഒപ്പം നിന്നിരുന്നാൽ, എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ ചിറ്റപ്പൻ എൻ്റെ ഒപ്പം ഇരുന്നിരുന്നാൽ, അവരും എൻ്റെ ഒപ്പം ഇല്ലാതപ്പോൾ ഞാൻ വേറെ ആരുടെയാണ് പ്രതീക്ഷിക്കേണ്ടത് എൻ്റെ ഒപ്പം ഇരിക്കുമെന്ന്? ബട്ട് ഹാവിൻ സെഡ് ഇറ്റ് ഓൾ, അതായത് ഗംഗയിലെ വെള്ളം പോലെ അടിച്ചുകൊണ്ടുപോയി ഒരു ദിവസം എല്ലാം കൂടെ. ഞാനും ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നു, അവരും ഇതിൽ നിന്നൊക്കെ അങ്ങനെ വന്നു. ചിരാഗ്, ഈ ഇരുട്ടിൽ എല്ലാം പോയിരിക്കുകയാണ്. വീട് പോയി. ചിരാഗിൻ്റെ വിളക്ക് ഒരിക്കലും അണയത്തില്ല സർ. എന്ത് വേണമെങ്കിലും സംഭവിക്കേണ്ട, പക്ഷെ ഒരിക്കലും ആ വിളക്ക് അണയത്തില്ല സർ. താങ്കളുടെ പാർട്ടിയും നഷ്ടപ്പെട്ടു, ചിഹ്നവും നഷ്ടപ്പെട്ടു. വീണ്ടും എങ്ങനെ താങ്കൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു? എൻ്റെ അച്ഛൻ കൊച്ചു പ്രായം തൊട്ട് ഹീ നെവർ ആക്ച്വലി എനിത്തിങ് തോട്ട് മീ. പോളിറ്റിക്സിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം അധികമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ജീവിതത്തിൽ ഒന്നും ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ ഒരുപക്ഷെ വെറും ഇരുട്ട് മാത്രമാണ് കണ്ണി കാണുന്നതെന്ന് വെച്ചാൽ, ക്ലാരിറ്റി ഓഫ് തോട്ട്സിൽ ഡിഫിക്കൽട്ട് ടൈംസിലും ഡിഫിക്കൽട്ട് വെറൈറ്റീസിലും ആണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങളുള്ള സമയത്ത് ജനങ്ങളുടെ ഇടയ്ക്ക് പോകും. അവരുടെ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ വേദന എന്താണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ഡിഡ്. ആൻഡ് June 13 എനിക്ക് എല്ലാം മനസ്സിലായിരുന്നു. July 5 എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ആശീർവാദ് യാത്ര. ഹജിപൂരിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു 1.5-2 വർഷം വരെ ഇങ്ങനെ യാത്ര പൊക്കോണ്ടിരുന്നു. അത് പെട്ടെന്നൊന്നും അവസാനിച്ചില്ല. And here I am. പബ്ലിക്കിന് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, നിങ്ങൾ കഷ്ടകാലത്തിൽ ഇരുന്ന സമയത്ത് ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ടി 2ആയി വിഭജിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് തേജശ്രീ യാദവ് RJDയിൽ വന്ന് ചേരാൻ പറഞ്ഞ് നിങ്ങളെ ക്ഷണിച്ചിരുന്നത് ശരിയാണോ? ഇതുവരെ അങ്ങനെ ഒരു ഓഫർ എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഫ്യൂച്ചറിലും ഉറപ്പായിട്ട് ഇങ്ങനെ ഓഫർ ഒന്നും വരാൻ പോകുന്നില്ല. ഞാനും എൻ്റെ പാർട്ടിയും അലയൻസിൽ തന്നെ ഇരിക്കും. നല്ല ബലം ഉണ്ടായിരിക്കും. ഞങ്ങൾ ആരുടെ ഒപ്പവും മേജ് ആവത്തുമില്ല. കഷ്ടകാലത്ത് താങ്കളുടെ അയൽക്കാരിയായ സോണിയാജിയുടെ സഹായമൊന്നും കിട്ടിയില്ലേ? വെൽ, ഐ ആം തിങ്കിങ് ഓഫ് ഇറ്റ് നൗ. ഇല്ല,
ഇല്ല സാർ. ആൻഡ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും രാഹുൽ ഗാന്ധിയോട് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? വെൽ അതൊരു പറയത്തില്ലേ സാർ, അങ്ങനെ മുമ്പ് പറയുമല്ലോ സാർ, നെവർ സേ നെവർ എന്ന്. ബട്ട് ദിസ് ഈസ് ദ വൺ തിങ് ദാറ്റ് ഐ ക്യാൻ യൂസ് ടു സേ നെവർ സേ നെവർ. താങ്കളുടെ അലയൻസിന് ബീഹാറിൽ എത്ര സീറ്റ് കിട്ടുമെന്നാണ് കരുതുന്നത്? സർ, അലയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അടിച്ച് പറയുക 40 സീറ്റും വരും. അതിനുള്ള കാരണം എന്താ ഞാൻ പറയാൻ നോക്കൂ സാർ. 2019 ഞങ്ങൾ 3 പാർട്ടി മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ നിന്നത്. ഭാരതീയ ജനതാ പാർട്ടി, ജനതാദൾ യുണൈറ്റഡ്, ലോക്ദൾ ശക്തി പാർട്ടി. ഞങ്ങൾ 3 പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 40 ഞങ്ങൾ തന്നെ 39 സീറ്റ് ജയിച്ചു. ഇനിയും 2 സ്ട്രോങ് ആയ പാർട്ടീസ് ഉണ്ടായിരുന്നു. 2019 അവർ ഓപ്പോസിറ്റ് പാർട്ടിയിലും ഉണ്ടായിരുന്നു. റെസ്പെക്ട്ഫുൾ ജീതൻ റാംജി പാർട്ടി, പിന്നെ റെസ്പെക്ട്ഫുൾ ഉപേന്ദ്ര കുഷ്വാജി പാർട്ടി. ഈ 2 പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ ഒപ്പമാണ് അലയൻസ് വെച്ചോണ്ടിരിക്കുന്നത്. 2019 ഞങ്ങളുടെ ഈ കൂട്ടത്തിന് 2024 ബലം കൂടിയിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങളുടെ വിശ്വാസം കൂട്ടുന്നേ ഉള്ളൂ. അതായത് 1 സീറ്റേ കുറയ്ക്കുന്നുള്ളൂ. 1 സീറ്റേ മിസ്സായുള്ളൂ. പോയ പ്രാവശ്യം കിഷൻഗഞ്ച് സീറ്റായിരുന്നു മിസ്സായത്. അത് ഇപ്രാവശ്യം കിട്ടിയേക്കും. ഇപ്രാവശ്യം 40 സീറ്റും കൂടെ ജയിച്ചിട്ട് 400 സീറ്റൊന്ന കാര്യത്തിൽ ബീഹാറിലെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. മറ്റൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ചിരാഗ് പാസ്വാനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ അംബീഷൻ എന്താണ്? മോദിജി ഈ പ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ ഏത് മിനിസ്ട്രി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എന്റെ ചോദ്യം എന്തെന്നാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടി നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിരാഗ് പാസ്വാനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ചിരാഗ് പാസ്വാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഓവർ ആംബീഷ്യസ് ആയ വ്യക്തിയാണെന്നുള്ളതാണ്. ചിരാഗ്, ഇപ്പോഴൊക്കെ നടക്കുന്ന താങ്കളുടെ പബ്ലിക് മീറ്റിംഗിൽ എങ്ങനെയുള്ള പാട്ടുകളാണ് ഇടുന്നെന്നുള്ളത് പബ്ലിക്കിനോട് പറയണം. സിംഹത്തിന്റെ മകനായ ചിരാഗിനെ ഈ ബീഹാറിന് മൊത്തം ആവശ്യമാണ്. ഇനി നമുക്ക് 1-2 പാട്ടുകളൊക്കെ കാണാം. मुट्ठियों को भींच गए, सांसों को खींच गए, सबसे टकराने को, शिखर पर जाने को मैं तैयार हूँ, मैं तैयार हूँ, मैं तैयार हूँ, मैं तैयार हूँ. വെറും 5 സീറ്റിൽ മാത്രം ഇലക്ഷനിൽ നിൽക്കുന്ന വ്യക്തി ബീഹാർ മൊത്തം മാറ്റിക്കാണിക്കുമെന്നാണ് പറയുന്നത്. 2 സീറ്റ് മാത്രം ഇരുന്ന പാർട്ടി ലാസ്റ്റ് 10 years ആയിട്ട് മെജോറിറ്റി ഗവൺമെന്റ് ഉണ്ടാക്കി ഭരണത്തിലിരിക്കുന്ന സമയത്ത് 5 സീറ്റിന് വിശ്വാസം വയ്ക്കുന്നത് തെറ്റല്ലല്ലോ. ഇപ്പോഴൊക്കെ നമ്മൾ തേജസ്വിയുടെ പബ്ലിക് മീറ്റിംഗ് കാണുന്ന സമയത്ത് ധാരാളം കൂട്ടം അവിടെ ചേരുന്നു. ആക്രോശമായ ഒരു ജനക്കൂട്ടമാണ് അവിടെ. ഇല്ല, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നെ സംബന്ധിച്ച് കുറേ വെറൈറ്റി കിട്ടും. പിന്നെ ഇത് നല്ല കാര്യം തന്നെയാണ്. എന്തൊക്കെയായാലും ജനങ്ങളുടെ മുന്നിലാണ്, ഞങ്ങൾ പബ്ലിക് ഡൊമൈനിലുമാണ്. എപ്പോഴും അവരുടെ ഒപ്പം തന്നെയാണ്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതും. അദ്ദേഹത്തിന്റെ വിഷൻ പറയുന്നു, ഞാൻ എൻ്റെ വിഷൻ പറയുന്നു. ഇവൻച്വലി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അവർക്കാരാ വേണ്ടെന്നുള്ളത്. ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് പറയും. പക്ഷേ ഇതാണ് ഫാക്റ്റ്. അദ്ദേഹം MOയെ കുറിച്ച് സംസാരിക്കും. ഈ മതത്തിന്റെ പേരും വെച്ച് പിരിയുന്ന പോളിറ്റിക്സുമായിട്ട് അവർ പോകണോ, അതോ സൊസൈറ്റി ഒരുമിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ട് അവർക്ക് വരണോ? ഇതെല്ലാം കൂടെ അവരാണ് ചിന്തിക്കേണ്ടതും. മുസ്ലിംസ്, യാദവ്സ് എന്ന് പറഞ്ഞ് പിരിയുന്ന പോളിറ്റിക്സ് അവർക്ക് വേണോ, അതോ ബീഹാർ ഫസ്റ്റ്, ബീഹാരീസ് ഫസ്റ്റ് എന്നുള്ള രാഷ്ട്രീയമാണ് അവർക്ക് വേണ്ടതെന്ന്. അദ്ദേഹത്തിന്റെ പബ്ലിക് മീറ്റിംഗിൽ തേജസ്വി പാട്ടൊക്കെ പാടുന്നുണ്ട്. അതെ. താങ്കളുടെ മീറ്റിംഗിൽ റെക്കോർഡിംഗ് പാട്ടുകളാണ് പാടുന്നത്. പക്ഷേ അദ്ദേഹം സ്വയം പാടുകയാണ്. സത്യം ചെയ്തിട്ട് മറന്നിരിക്കുന്നു. മോദിജി, താങ്കൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ജനങ്ങൾ താങ്കൾക്കെതിരായിട്ട് തിരിയും, പിന്നെ സങ്കടപ്പെടും. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്ത് ഈ രാഷ്ട്രീയത്തിന്റെ നല്ല ഇതൊരു തന്നെ മാറ്റിക്കളഞ്ഞു, നാശപ്പെടുത്തി എന്ന് പറയാം. നിങ്ങൾ ഒരു പ്രദേശത്തിന് തലവനായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ രാഷ്ട്ര കുടുംബത്തിൽ നിന്നാണ് വരുന്നതും, പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇതുവരെ 2 പേര് ചീഫ് മിനിസ്റ്ററും ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയുള്ള ആ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു വലിയ പ്രദേശത്തിന്റെ തലവനായിട്ടിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിനുള്ള ക്വാളിറ്റീസ് വേണം നിങ്ങൾക്ക്. നിങ്ങൾ ഇതുപോലത്തെ കാര്യമൊന്നും അത്ര എളുപ്പമായിട്ട് കരുതാൻ പാടില്ല. അല്ല, അദ്ദേഹം പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വിലക്കയറ്റത്തിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, തൊഴിലില്ലായ്മയെക്കുറിച്ചും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇന്ന് തൊട്ട് ഒരു 10 വർഷത്തിന് മുമ്പ് നോക്കുമ്പോൾ നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അത് എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒരിക്കലും നാളെ അറിയാൻ പോകുന്ന കാര്യമൊന്നും അല്ല.
പക്ഷെ ഇന്ന് നമുക്ക് പ്രൗഡായിട്ട് പറയാം, നമ്മുടെ ഈ ഇന്ത്യ ലോകത്ത് വെച്ച് തന്നെ എക്കണോമിയിൽ 5th പ്ലേസിലാണ് ഉള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ എക്കണോമിക് സ്റ്റേറ്റസ് എങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. പക്ഷെ നാടിൻ്റെ എക്കണോമി ഇത്രയും പവർഫുൾ ആയിട്ടിരിക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ റവന്യൂ അധികമാകും. ഒരു സ്റ്റേറ്റിൻ്റെ റവന്യൂ കൂടുന്ന സമയത്ത് ആ പ്രദേശം തന്നെ നല്ലപോലെ വളർച്ചയാവും. പ്രദേശം തന്നെ വളരുന്ന സമയത്ത് ഒരുത്തൻ കഷ്ടപ്പെടുമ്പോൾ അവൻ്റെ കയ്യിൽ പോലും ഒരുപാട് ശമ്പളം വരും. പിന്നീട് പെർ ക്യാപിറ്റയുടെ ഇൻകവും അധികരിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ഫൗണ്ടേഷൻ. ശരിക്കും പറയണമെങ്കിൽ ഇതുമൂലമാണ് നമ്മുടെ നാട്ടിനെ നമ്മൾ ശരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പ്ലാനിങ്ങുമാണിത്. എനിക്കറിഞ്ഞതുവരെ 2047 നമ്മുടെ ഇന്ത്യ നല്ലൊരു വളർച്ചയടഞ്ഞ നാടായിരിക്കണമെങ്കിൽ അതിനുവേണ്ടി ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഈ ചുറ്റിനുള്ള ആൾക്കാരും കുറച്ചുകൂടെ ബലം ഉണ്ടാക്കിയെടുക്കുക. അതായത് പവർഫുൾ ആണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതുവരെ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ടോയ്ലറ്റ് പണിയണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, നോട്ട് ഈവൻ ഫോർ മെൻ. ഓപ്പൺ സ്പേസിൽ പോകാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും സർ? ആരും അതിനുവേണ്ടി സർ ഒരു ടോയ്ലറ്റ് കെട്ടണമെന്ന് ആലോചിച്ചിട്ടില്ല. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ എന്തോരം ബലപ്പെടുത്താൻ നോക്കണം. ഉജ്ജ്വല യോജന ഇന്ന് എല്ലാ ഗ്രാമത്തിലോട്ട് സിലിണ്ടറൊക്കെ പോയി ചേരുന്നുണ്ട്. അതായത് അടുപ്പും വിറകും ഒക്കെ അവർ യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ ശ്വാസത്തിനൊക്കെ പ്രശ്നം വരുന്നത്. ഇതെല്ലാം ഫണ്ടമെന്റൽ ആൻഡ് വളരെ ബേസിക്. നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവേണ്ട ഒരു കാര്യമാണിത്. എന്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എല്ലാവർക്കും വേണ്ടി നല്ല രീതിയിൽ അത് ശരിയാക്കി എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന 5 വർഷത്തിൽ നമ്മൾ എക്കണോമിക് ലെവലിൽ നമ്മൾ 3ാമത്തെ സ്ഥാനത്തിൽ പോകുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലെ 25% ആൾക്കാരും പോവർട്ടി ലൈനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവോ സർ? ഈ ഡേറ്റ ഒന്നും ഒത്തന്റിക് ഡേറ്റ അല്ല. അതായത് സർ, ഇത് ഞാനൊന്നും ക്രിയേറ്റ് ചെയ്ത് എടുത്തോണ്ടൊന്നല്ല. 25 കോടി ആൾക്കാരാണ് പോവർട്ടിയിൽ നിന്ന് പുറത്തു വന്നത്. മികച്ച പ്രദേശം ഉണ്ടെങ്കിലല്ലേ നല്ലൊരു നാട് ക്രിയേറ്റ് ആവാൻ പറ്റത്തുള്ളൂ സർ. വളർന്ന ഒരു അസംബ്ലീസ് ഉണ്ടാവണം, വളർന്ന ഒരു ബ്ലോക്സ് ഉണ്ടാകണം. അതുകൊണ്ടാണ് സർ ബ്ലോക്ക് ഡെവലപ്ഡ് പഞ്ചായത്ത്, ബ്ലോക്ക് ഡെവലപ്ഡ് ഗ്രാമങ്ങൾ. ഇത് ഉദ്ദേശിച്ചാണ് നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഇതുപോലെ പാട്ട് പാടിക്കൊണ്ട് സ്പീച്ച് മാത്രം തരുന്ന ആർക്കും ഇതൊന്നും മനസ്സിലാവത്തില്ല സർ. അങ്ങനെയാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ അംബീഷൻ എന്താണ്? ഈ പ്രാവശ്യവും മോദിജി ജയിക്കുകയാണെങ്കിൽ മിനിസ്ട്രിയിൽ ഏത് പദവി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ശരി, ആദ്യത്തെ കാര്യം താങ്ക് യു. ആദ്യത്തെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തേ പറ്റൂ. ഓവർ ആംബിഷ്യസ് എന്ന് പറഞ്ഞ് നിങ്ങളാ പറഞ്ഞ കുറ്റം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല സാർ. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ക്ലിയർ ചെയ്യുവാണ്. ആംബിഷ്യസ് ആയിട്ടിരിക്കൂ, ഓവർ ആംബിഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കൂ. നിങ്ങൾ ഓവർ ആംബിഷ്യസ് ആയിട്ട് ഇരിക്കാത്തവരെ നിങ്ങളെ കൊണ്ട് ജയിക്കാനേ കഴിയത്തില്ല. ശരിക്കും ഈ ലോകത്തിലെല്ലാവരും ഒരു മനസാക്ഷി പോലും ഇല്ലാത്തവരാണ്. ജനങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കും, ഡീമോറലൈസും ചെയ്യും, ഡീമോട്ടിവേറ്റും ചെയ്യും. നിങ്ങൾ ഏത് സമയമാണോ ഓവർ ആംബിഷ്യസ് ആയിട്ടിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പോലും കിട്ടത്തുള്ളൂ. നമ്മൾ എല്ലാവരുടെ അടുത്തും ഇതുണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഓവർ ആംബിഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതാന്നേ പറയുള്ളൂ. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? സർ, നിങ്ങൾ കുറച്ചു കാലം ആക്ടറായിട്ട് വരുന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഭയങ്കര ഹാൻഡ്സമും ആണല്ലോ. എന്റെ ചോദ്യം എന്തെന്നാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടി നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ക്യാമ്പയിനിങ്ങിൽ മാത്രമാണോ നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഒളിക്കരുത്, പറയൂ സാറേ. ഇല്ല, ബട്ട് ഫോർ സം റീസൺസ് എല്ലാവരും എൻ്റെ അടുത്ത് വരാൻ തന്നെ ശരിക്കും പേടിക്കും. എന്താണെന്നറിയില്ല. അത് എൻ്റെ ചുറ്റിനും അങ്ങനെ ഒരു വൈബ് ഉണ്ടോ എന്ന് പോലും ശരിക്കും എനിക്ക് അറിയത്തില്ല. അതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ വല്ലതും സംഭവിച്ചാൽ ശരിക്കും ഞാൻ അങ്ങോട്ട് ബ്ലഷ് ആയി പോകും. അതാണ് സത്യം. താങ്കൾ കങ്കണ റണാവത്തിന്റെ കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് താങ്കൾ ബ്ലഷ് ആയില്ലേ? 1-2 സീൻ എന്റെ കൈവശവും ഉണ്ട്. അത് ഓഡിയൻസിനെ ഞാൻ കാണിക്കാം. कब मौसम बदलेंगे किसको है ये प्यार हो जाता है कैसे जाने ना जाने ना जाने ना जाने ना नजर से നിർത്തിക്കോളൂ. താങ്കൾ കുറച്ചുപോലും ബ്ലഷ് ആയിട്ടേ ഇല്ലല്ലോ. ലുക്ക് അറ്റ് മീ നൗ. സാറിന്റെ മൂവിയിലെ ഡയലോഗ്സ് ഒക്കെ അപ്പം മറന്നു പോകുന്ന കേട്ടു. അതെ അതെ, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ എങ്ങനെയാ ഇത്ര വലിയ വലിയ സ്പീച്ച് ഒക്കെ കൊടുക്കുന്നത്? പറഞ്ഞത് കറക്റ്റ് ആണ്. ദിസ് യൂസ് ടു ഹാപ്പൻ. ആക്ച്വലി രജത് സാർ, ഞാൻ ഈ സെറ്റിലോട്ടൊക്കെ പോകുമ്പോഴേ എനിക്ക് ഒരുപാട് ഡയലോഗ് പേപ്പേഴ്സ് ഇങ്ങനെ എടുത്തോണ്ടും തരും. പക്ഷെ ഞാനത് പറയുന്ന സമയത്ത് ഞാൻ 1.5 പേജ് അത് തീർക്കും. ഞാൻ അങ്ങോട്ട് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊരു രാഷ്ട്രീയത്തിൽ ഇതാണ്. അത് ബേസിക്കലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. അതൊരു ശീലമായെന്നേ. അപ്പോൾ ഈ 1/2 മിനിറ്റിനുള്ള സീനൊക്കെ ഞാനൊരു 2.5-3 മിനിറ്റ് വരെ ഇങ്ങനെ വലിച്ച് സംസാരിക്കും. അതും ഒരു ശീലമായി പോയി അങ്ങ്. ശരിക്കും എനിക്കിതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ഡയലോഗ്സ് അത്ര ഓർമ്മ കാണത്തില്ല. പക്ഷേ ഈ സ്പീച്ചസ് ഒന്നും ഞാൻ ഒരിക്കലും ഓർമ്മ വെച്ചോണ്ടൊന്നും പോയി ഇരുന്ന് സംസാരിക്കത്തുമില്ല. മനസ്സിൽ എന്ത് തോന്നുന്നോ അത് ഞാൻ സംസാരിക്കും.
ഇനിയും ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇത്രയും യങ് ആയിട്ടുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറാണ്. നിങ്ങൾ എന്നാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുക? ഞങ്ങളൊക്കെ കാണുകയല്ലേ നിങ്ങളൊരു വലിയ നേതാവായി വളരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി മാറുക? ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നേനെ. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയില്ല. അത് തന്നെയാ ഞാൻ ഇതിനു മുമ്പ് ശരി, ഇതിന് പറഞ്ഞതുപോലെ ഉത്തരം തന്നെ. നൽകുക. നിതീഷ് കുമാർ എപ്പോ റിട്ടയർഡ് ആകും? എല്ലാം നമ്മൾ ജനങ്ങളുടെ കയ്യിലാണ്, പബ്ലിക് ഡൊമൈനിലാണ് ഉള്ളത്. ജനങ്ങൾ ആരെ റിജക്ട് ചെയ്യുന്നോ അവർ കാണത്തില്ല, പിന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ അവരെ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ ബീഹാറിൽ നിന്ന് വരുന്നു. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വ്യത്യാസമായി എന്താണ് ചെയ്യാൻ വിചാരിക്കുന്നത്? പുതിയ പാർട്ടി വന്നാൽ നിങ്ങൾ വ്യത്യാസമായി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം നിതീഷ് കുമാർ ജിയും CM ആയിട്ട് ഇരുന്നിരുന്നു. നിങ്ങൾ CM ആയിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസമായിട്ട് ഞാൻ ചെയ്യുക? ബീഹാർ ഫസ്റ്റ് ബീഹാറി ഫസ്റ്റ് എന്നുള്ള മാനിഫെസ്റ്റോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ബീഹാറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മൾട്ടി ഡയറക്ഷണൽ സപ്പോർട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. മൾട്ടി ഡയറക്ഷണൽ അപ്രോച്ചൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ഭാഗത്ത് സ്റ്റഡീസും, അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം. ആക്ച്വലി ശരിയായ എഡ്യൂക്കേഷൻ വരാത്തവരെ ഈ ജാതിയും മതവും രാഷ്ട്രീയം മൂലം ജനങ്ങളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിച്ചിരിക്കണം. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ രജിത് സർ, ഇന്ന് ഞങ്ങളുടെ പിള്ളേർ പഠിക്കാനായിട്ട് കോട്ട വരെ പോകേണ്ടതുണ്ട്. കോട്ടയിൽ പഠിക്കുന്നവനും ബീഹാരിയാ, അത് പറഞ്ഞു കൊടുക്കുന്നവനും ബീഹാരിയാ. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓണറും തീർച്ചയായിട്ടും ഒരു ബീഹാരി തന്നെ ആയിരിക്കും. പക്ഷെ സിസ്റ്റം മാത്രം രാജസ്ഥാൻ. എന്തുകൊണ്ട് ഇങ്ങനത്തെ സിസ്റ്റം മാത്രം പാട്നയിൽ ഉണ്ടാവാൻ പാടില്ല? ഇതെന്തുകൊണ്ട് ബാഗൽപൂരിലും ദർഭംഗയിലും മുസാഫറിലും ബീഹാറിലുള്ള ഓരോ ഡിസ്ട്രിക്ട്സിലും എന്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ ഒബ്സർവ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല? മറ്റൊരു കാര്യം, സ്റ്റേറ്റിന്റെ റവന്യൂ നമ്മളാണ് അത് അധികരിക്കേണ്ടത്. അതെങ്ങനെ അധികരിക്കും നിങ്ങൾ തന്നെ പറയേ. നമ്മൾ എത്ര അളവിനാ ബ്ലസ്ഡ് എന്ന് വെച്ചാൽ രജത് സർ, നമ്മുടെ സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ടൂറിസത്തിന് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അയോധ്യയിൽ ഒരു രാമന്റെ അമ്പലമാണ് കെട്ടിയിരിക്കുന്നത്. വിശ്വാസം ഒരു സൈഡിൽ ഇരിക്കട്ടെ, ആ വിശ്വാസത്തിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. ഈ ചുറ്റിലുള്ള ഇടത്തിലുള്ള എക്കണോമിക്കൽ ലെവൽ എങ്ങനെയാന്ന് നോക്കണം. ഇവിടെ ഹോട്ടൽസ് ഉണ്ടാവും, റിസോർട്ട്സ് ഉണ്ടാവും, MNCs വരും. ഒരുപക്ഷെ അയോധ്യയിൽ ഇത്ര നല്ലൊരു രാമന്റെ അമ്പലം കെട്ടാനിരിക്കുവാണെങ്കിൽ എന്റെ അമ്മ സീതാദേവിയുടെ അമ്പലം സീതാമണിയിൽ എന്തുകൊണ്ടാണ് കെട്ടാൻ പാടില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നൗ ജസ്റ്റ് ഇമാജിൻ, ആ അമ്പലം കെട്ടിയതിന് ശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വിശ്വാസമുള്ളവർ വരും, ഇല്ലാത്തവർ അങ്ങോട്ട് മാറിയിരിക്കൂ. അയോധ്യയ്ക്ക് സീതാമണിക്ക് നടുവില് 6 ലിങ്ക്സ് കോറിഡോറാണ് കെട്ടിയതെന്ന് വെച്ചാൽ രാമന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുന്ന എല്ലാവരും എന്റെ സീതയുടെ അമ്മയുടെ അമ്പലത്തിലും വരും അങ്ങോട്ട്. അവിടെയാണ് ബൂത്ത് ഗയ ഉള്ളത്, ഗൗതമ ബുദ്ധയുടെ നാടാണത്. അത് നമുക്ക് വേൾഡ് ക്ലാസ് സിറ്റി ആയിട്ട് മാറ്റാം. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഒക്കെ അവിടെ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭഗവാൻ മഹാവീറിന്റെ ജന്മസ്ഥലമാണത്. ലജ്വാഡ്, പിന്നെ വൈശാലി അവിടെ ഇരിപ്പുണ്ട്, പിന്നെ ഗുരു ഗോവിന്ദ് സിംഗിന്റെ സ്ഥലമാണത്. എന്തോ ഒരു സർദാറും പിന്നെ സിക്കിലുള്ള ആൾക്കാരും അങ്ങോട്ട് വരുന്നതെന്ന് അറിയാവോ സർ? ഒരു പക്ഷേ ഇതൊക്കെ റിലീജിയസ് ടൂറിസം പ്ലേസ് ആയിട്ട് തന്നെ ഇത് ശരിക്കും വളർന്നു വരുവാണെങ്കിൽ റവന്യൂ ജനറേറ്റ് ആവാൻ സ്റ്റാർട്ട് ആവും. ഞങ്ങളുടേത് നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു അഗ്രികൾച്ചറൽ ഏരിയ ആണത്. എന്റെ അച്ഛൻ ഉണ്ടായിരുന്ന ഹജിപൂരിൽ നോക്കുവാണെങ്കിൽ കർഷകരൊക്കെ അവിടെ ഹജിപൂരിൽ, അതായത് ഈ മറ്റേ പച്ചപ്പഴമൊക്കെ നല്ല ഫേമസ് ആണ്. ഹജിപൂരിൽ നിങ്ങൾ പോയാൽ അറിഞ്ഞിരിക്കും, ഹജിപൂരിലുള്ള ആ പച്ചപ്പഴങ്ങളൊക്കെ ഡൗൺ സൗത്തിലോട്ട് പോകുമ്പോൾ അത് പിന്നെ ചിപ്സായി മാറും. അത് മാനുഫാക്ചർ ചെയ്യുക, അത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് പിന്നെ അത് ചിപ്സായി മാറിപ്പോവും. ഒരുപക്ഷെ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ ഹാജിപൂരി തന്നെ വെച്ചിരുന്നാൽ അവിടെയുള്ള കർഷകന് നല്ല പൈസ കിട്ടിയേനല്ലോ. അവിടെ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാ പാക്കേജിങ്ങും നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. മാർക്കറ്റിങ്ങും അവിടെ സംഭവിക്കും. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഇത് ലോകം മുഴുവനും ഫേമസ് ആക്കി എടുത്തല്ലോ. ഇപ്പൊ നമ്മുടെ മക്കാനയൊക്കെ അവിടെ തന്നെ ശരിക്കും പാക്കേജ് ചെയ്ത് എടുക്കുവാണെങ്കിൽ, അത് പ്രോസസ് ചെയ്ത് മാർക്കറ്റിങ്ങും ചെയ്താൽ പിന്നെ ഈ കർഷകരുടെ അടുത്ത് ഒരുപാട് കാശൊക്കെ വരും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ വെള്ളം വരുമ്പോൾ ശരിയാക്കുന്നത് തന്നെ ഞങ്ങളുടെ പകുതി ജീവിതം അങ്ങനെ പോവുകയാണ്. പകുതി ബീഹാർ ഇങ്ങനെയാണ്. ഞാൻ ജോത്സ്യനൊന്നുമല്ല, പക്ഷെ ഞാൻ എഴുതി തരാം സർ. ജൂലൈ വരട്ടെ സർ, എന്റെ പകുതി ബീഹാർ കഷ്ടത്തിലായിരിക്കും, പകുതി ബീഹാർ വെള്ളത്തിലും പോകും സർ. ഇതിനായിട്ടുള്ള പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണമല്ലോ സർ. മേക്കിംഗ് ഓഫ് റിവേഴ്സിൽ പോലും നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ സർ. നദിയൊക്കെ നമ്മൾ ഒരുമിപ്പിക്കണം. അതുമൂലം ഈ കഷ്ടപ്പാടൊക്കെ നമുക്ക് തീർക്കാൻ കഴിയും. ഒരുപാട് വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് വെള്ളമൊക്കെ ഡൈവേർട്ട് ചെയ്ത് എവിടെയൊക്കെയാണോ വെള്ളമില്ലാത്ത അവിടെയൊക്കെ നമുക്ക് വെള്ളം കൊടുക്കാം. ഇതുപോലത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുവാണെങ്കിൽ, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീഹാർ നമുക്ക് പിന്നെയും കൂടെ, ബീഹാർ എന്ത് കാര്യത്തിലാണോ ഗ്ലോറി ആയിട്ടിരുന്നത് ആ ഗ്ലോറിനെസ് നമുക്ക് പിന്നെ എടുത്തുകൊണ്ട് വരാൻ കഴിയും. ആ യൂണിവേഴ്സിറ്റി തന്നെ തിരിച്ചു കൊണ്ടുവരാം, ഹോസ്പിറ്റൽസ് കൊണ്ടുവരാം. ബീഹാറിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾ പോയി നോക്കണം, ഇതൊന്നും ഇല്ല ഞാൻ പറയുന്ന കാര്യം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഈ മൾട്ടി ഡയറക്ഷണൽ അപ്രോച്ച് ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കും, ടൈം ബൗണ്ട് ചെയ്ത് നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഇതാണ് എൻ്റെ ചിന്തയിലുള്ളത്. ആൻഡ് ഇതൊക്കെ ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ്. ആൻഡ് ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് കൺസേണിംഗ് ബീഹാറിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ഞാൻ തന്നെ തരാം. ഞാനിവിടെ പ്രശ്നങ്ങൾ പറയാനല്ല വന്നത്, ഞാൻ അതിനുള്ള ഉത്തരം പറയാനാണ് വന്നത്. താങ്കളുടെ മനസ്സിലൊരു വിഷൻ ഉണ്ടെന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ചിരാഗ്. ബീഹാർ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യണമെന്ന് താങ്കൾ ആലോചിക്കുന്നു. താങ്കളുടെ മേലുള്ള കേസിനെക്കുറിച്ചും മറ്റുള്ള ചോദ്യങ്ങളെക്കുറിച്ചും താങ്കൾ കൃത്യമായി ഉത്തരം നൽകി.
ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജി സീനിയർ ജേർണലിസ്റ്റ് അനന്ത് വിജയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ബീഹാറിലെ യങ് പൊളിറ്റീഷ്യൻ ചിരാഗ് പാസ്വാന്റെ മേലാണ്. ചിരാഗ് പാസ്വാനോട് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വിഷനെക്കുറിച്ചും ചോദിച്ചു. ഇന്ന് ആപ്കി അദാലത്തിൽ അനന്ത് വിജയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. രജത് ശർമ്മയെ പോലെ ഒരു പ്രോസിക്യൂട്ടർ, അതോടൊപ്പം ചിരാഗ് പാസ്വാനെ പോലെ ഒരു യുവ പൊളിറ്റിക്കൽ ലീഡർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ വിചാരണ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. രജത് ശർമ്മ ഒരുപാട് കുറ്റാരോപണങ്ങൾ ചിരാഗിന്റെ മേലെ ആരോപിച്ചു. അദ്ദേഹത്തിന്റെ കുറ്റങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന്റെ വായടപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ ചിരാഗ് അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾ മാത്രമല്ല, കുടുംബ രാഷ്ട്രീയത്തെപ്പറ്റിയും രാഷ്ട്രീയത്തെപ്പറ്റിയുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, ഒപ്പം ബീഹാറിനെ പറ്റിയും അദ്ദേഹത്തിന്റെ വിഷനെപ്പറ്റിയും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ രജത് ശർമ്മ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും പൂർണ്ണ മനസ്സോടെ തന്നെ അദ്ദേഹം മറുപടികൾ നൽകി. അദ്ദേഹത്തിന്റെ മറുപടികൾ കേട്ട് ഈ നീതിപീഠം തീർച്ചയായും സന്തോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നീതിപീഠം ചിരാഗ് പാസ്വാനെ കുറ്റവിമുക്തനായി അറിയിക്കുന്നു. ചിരാഗ് പാസ്വാൻ ബീഹാറിലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്നും അവരുടെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും മാറ്റുമെന്നും അവരുടെ വേദനകളെ മനസ്സിലാക്കുമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഉന്നതിയിലെത്തുമെന്നുമുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വിചാരണ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.